മനസ്സിലാകുന്നത് ഇവിടെ നമ്മുടെ അഡ്മിന്മാരൊന്നും ഇല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട്, ബിസ്മിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഒന്ന് രണ്ട് ക്ലാസ്സുകൾ ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹുവിന്റെ സർവനാമങ്ങളെ കൊണ്ടും തവസ്സുൽ ചെയ്തുകൊണ്ട് സഹായം തേടിയും കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന അർത്ഥം അതിന് ലഭിക്കുന്നു എന്നൊക്കെ നാം പറയുകയുണ്ടായി. ഇനി നമുക്കതിന്റെ ബാക്കി ഭാഗങ്ങളാണ് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയാം വണ്ണം കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആദ്യമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ഭാഷാപരമായി അതിനുള്ള അർത്ഥം, അതിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്ന അർത്ഥം പറയുകയുണ്ടായി. ആ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്ന അർത്ഥങ്ങൾക്ക് പുറമെ അതിന്റെ ഉള്ളിൽ നിന്ന്, അതിന്റെ വരികൾക്കിടയിൽ നിന്ന്, അതിന്റെ വാക്കുകൾക്കിടയിൽ നിന്ന് മനസ്സിലാകുന്ന പല വിഷയങ്ങളും ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന മഹത്തായ ആ പ്രാർത്ഥന അതൊരു വലിയ പ്രാർത്ഥനയാണ്. അതിന്റെ വരികൾക്കിടയിൽ നിന്ന് അല്ലെങ്കിൽ വാക്കുകൾക്കിടയിൽ നിന്ന് ലഭിക്കുന്ന ഇഷാറത്തുകൾ, സൂചനകളായി മഹാന്മാരായ പണ്ഡിതന്മാർ, ആരിഫീങ്ങൾ വിവരിച്ച ചില കാര്യങ്ങളാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട്. ഈ ബായുടെ അർത്ഥം, ബാക്ക് പല അർത്ഥമുണ്ടെങ്കിലും അതിൽ നിന്ന് പണ്ഡിതന്മാര് സാധാരണ ഇവിടെ പറഞ്ഞു വരുന്ന അർത്ഥം ബാ മുസാഹബത്തിനാണ് അല്ലെങ്കിൽ ബാ ഇസ്തിആനത്തിനാണ്. ബാക്ക് രണ്ടർത്ഥമുണ്ട്. കൂടെ എന്നർത്ഥം, കൊണ്ട്, കൂടെ എന്നൊക്കെ പറയില്ലേ, മുസാഹബ, അതിന് സഹവസിച്ചും കൊണ്ട്, അതിന്റെ സഹവാസത്തിൽ എന്നർത്ഥം. മറ്റൊരർത്ഥം അതിന്റെ സഹായം. ഞാൻ കത്തി കൊണ്ട് മുറിച്ചു എന്ന് പറഞ്ഞാൽ ആ കത്തിയാണ് അതിന് സഹായിക്കുന്നത്, മുറിക്കാൻ സഹായിച്ചത്. വടി കൊണ്ടടിച്ചു എന്ന് പറയുമ്പോൾ ആ വടിയാണ് അതിന് സഹായിക്കുന്നത്. അപ്പൊ നാമം കൊണ്ട് സഹായം തേടി, അള്ളാഹുവിന്റെ നാമങ്ങളെ കൊണ്ട്, അള്ളാഹുവിന്റെ സർവനാമങ്ങളെ കൊണ്ടും സഹായം തേടിയും കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നായി അർത്ഥം. അപ്പൊ ബാ ഇസ്തിആനത്തിനാണ്, മുസാഹബത്തിനുമാണ്. ബായുടെ അള്ളാഹുവിന്റെ നാമങ്ങളുടെ സഹവാസത്തിൽ സഹായം തേടിയും കൊണ്ട് എന്നാണ് അർത്ഥം. രണ്ടും അവിടെ ഉദ്ദേശമാണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സൂചന, ഒരു ഇഷാറത്ത് എന്താണ്? അള്ളാഹുവിന്റെ സഹായമുണ്ടാവാൻ വേണ്ടത് അള്ളാഹുവിന്റെ നാമങ്ങളുമായുള്ള സുഹബത്താകുന്നു. അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ അസ്മാഉകൾ, ആ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളുമായുള്ള നമ്മുടെ സഹവാസം, നമ്മുടെ സുഹബത്ത്, നമ്മുടെ ബന്ധം എത്ര കണ്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക. ആ സുഹബത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ സഹായം ഉണ്ടാകും. അള്ളാഹുവിന്റെ സുഹബത്ത്, അള്ളാഹുവിന്റെ സുഹബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഅയ്യത്ത്, അള്ളാഹുവിന്റെ മഅയ്യത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ നാമങ്ങളുമായുള്ള നമ്മുടെ ബന്ധമാണ്. ആ നാമങ്ങളുമായുള്ള ബന്ധം പല രൂപത്തിലാണ്. ആ ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് സഹായം ലഭിക്കും എന്നൊരു സൂചന. ഈ ബന്ധം എത്രയുണ്ടോ അതിനനുസരിച്ച് സഹായം ലഭിക്കും എന്നൊരു സൂചന അതിൽ നിന്ന് ലഭിക്കുകയാണ്. കാരണം അള്ളാഹുവിന്റെ നാമങ്ങളുടെ സുഹബത്തിലൂടെ ആയും കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നല്ലേ പറയാൻ പറഞ്ഞത്. അതിലൂടെ സഹായം തേടിയും കൊണ്ടു എന്നാണല്ലോ. അപ്പൊ അതിലൂടെ സഹായം ലഭിക്കുന്നതാണല്ലോ അതിന്റെ മായന. അപ്പോൾ പിന്നെ അതിലേക്ക് ഇതൊരു സൂചനയാണെങ്കിൽ അതിനെ ശരിവെക്കുന്ന പല ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. ആ അർത്ഥത്തെ ശരിവെക്കുന്ന പല ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ദുആഉൽ ഖർബ് എന്ന പേരിൽ അറിയപ്പെടുന്ന, പ്രധാനമായും ദുആഉൽ ഖർബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ദുആഉൽ ഖർബായിട്ട് പലതും ഉദ്ധരിക്കാറുണ്ടെങ്കിലും പ്രധാനമായി ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ദുആയുണ്ട്. അതിനാണ് സാധാരണ ദുആഉൽ ഖർബ് എന്ന് പറയാം. അതെന്താണ്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു ഇൻദൽ ഖർബി, വല്ല വിഷമം വരുമ്പോൾ റസൂലുള്ള പറയാറുണ്ടായിരുന്നു. എന്താ പറയാറുണ്ടായിരുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം,
ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ അലീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി റബ്ബിൽ അർശിൽ കരീം എന്ന് പറയാറുണ്ടായിരുന്നു എന്ന്. അപ്പോ ഇതിന്റെ പേരെന്തെന്നാ? ദുആഉൽ കർബ് എന്നാണ്. ദുആഉൽ കർബ്, ബുദ്ധിമുട്ട് വരുമ്പോൾ ചെല്ലേണ്ടുന്ന ദുആ. ഇത് ചൊല്ലിയാൽ അള്ളാഹു ആ വിഷമത്തിൽ നിന്ന് അള്ളാഹു തആല നമ്മെ രക്ഷപ്പെടുത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ എവിടെ ദുആ? ഇത് വലിയൊരു അർത്ഥമുള്ള വിഷയമാണ്. ഇത് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. ഇതിൽ ഏറ്റവും പ്രയാസം ഉണ്ടാകുമ്പോൾ ചെല്ലേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുആയാണ് ഈ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇതിൽ ദുആ കാണുന്നില്ലല്ലോ പ്രത്യക്ഷത്തില്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. അലീമും ഹലീമുമായ അള്ളാഹുവിന്റെ, അള്ളാഹു അല്ലാതെ ഇലാഹില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് കൊണ്ടുള്ള ഇഖ്റാർ. അള്ളാഹു അല്ലാതെ ഇലാഹില്ല. അവൻ ആരാണ്? അലീമാണ്, മഹാനാണ്. ഹലീം, ക്ഷമയുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. അലീമായ അർശിന്റെ, വണ്ണമായ അർശിന്റെ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം. ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബായ അള്ളാഹു, റബ്ബുൽ അർശിൽ കരീം, കരീമായ ബഹുമാനമാക്കപ്പെട്ട ആ ആദരണീയമായ അർശിന്റെ ഉടമയായ അള്ളാഹു. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ നോക്കി, ഇതിന്റെ അർത്ഥം എന്താണ്? വലിയൊരു അത്ഭുതമുള്ള വിഷയമാണത്. അള്ളാഹുവിനോട് നമുക്ക് പ്രയാസമുണ്ടാകുമ്പോൾ, അള്ളാഹിന്റെ റസൂലിന് പ്രയാസമുണ്ടാകുമ്പോൾ ആ പ്രയാസം ദൂരീകരിച്ച് തരണം എന്നൊന്നും അവിടെ പറയുന്നില്ല. പക്ഷെ ഇതാണ് റസൂൽ സാധാരണ പറയാറ്, വലിയ പ്രയാസം ഉണ്ടായാൽ എന്ന്. ഇത് നമുക്കും അങ്ങനെ ചെയ്യാൻ പാഠം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതിൽ പ്രാർത്ഥന വരുന്നില്ല, ഇതിൽ അള്ളാഹുവിന്റെ നാമങ്ങളെ പറയാൻ, അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ചില നാമങ്ങൾ, ഔസാഫുകൾ, വിശേഷണങ്ങൾ എടുത്തുകൊണ്ട് അവനെ വാഴ്ത്തിക്കൊണ്ട് അവന്റെ തൗഹീദിനെ അംഗീകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോ അത് നാം നേരത്തെ പറഞ്ഞ ആ യാഥാർത്ഥ്യത്തെ ശരിവെക്കാണ്. നമ്മൾ അള്ളാഹുവിന്റെ നാമങ്ങളുമായുള്ള സുഹബത്ത്, സഹവാസം നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കും. അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭിക്കും, രക്ഷയും ലഭിക്കും. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ അവിടുന്ന് ദുആ ചെയ്തത് എങ്ങനെയായിരുന്നു? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പടച്ചവനെ, നീയല്ലാതെ ഇലാഹില്ല, സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, ഞാൻ ഒരു അക്രമികളിൽ പെട്ടിരിക്കുന്നു. ഇത്ര അവിടെ പറയുന്നുള്ളൂ. അവിടെയും ദുആ വരുന്നില്ല. ഇങ്ങനെ ഒക്കെ ഉള്ള ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ ഈ ബിസ്മി സൂചിപ്പിച്ച ഈ യാഥാർത്ഥ്യത്തിലേക്ക് ഈ ഹദീസുകൾ സൂചന നൽകുന്നതായി, വ്യക്തമാക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഇത് അള്ളാഹുവിന്റെ റസൂൽ തന്നെ മറ്റൊരു പ്രാർത്ഥനയിലൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാമിൻ അബ്ദിൻ യഖൂലു ഫി സബാഹി കുല്ലി യൗമിൻ എന്നൊക്കെ പറഞ്ഞൊരു ഹദീസില് ഒരു മനുഷ്യൻ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. സാധാരണ നമുക്ക് ചെല്ലാൻ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ഒരു ദുആയാണത്, ഒരു ബസ്മലത്താണത്. അതിലെന്താ ഉള്ളത്? ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ സഹായം തേടുന്നു. ലാ യദുറു, അല്ലദി എങ്ങനത്തെ അള്ളാഹുവാണ്, അല്ലെങ്കിൽ എങ്ങനത്തെ നാമമാണ്? ലാ യദുറു മഅ ഇസ്മിഹി, അള്ളാഹു എങ്ങനത്തെ അള്ളാഹുവാണ്, അള്ളാഹുവിനെ സിഫത്താക്കലാണ് ഏറ്റവും യോജിപ്പ്. ലാ യദുറു മഅ ഇസ്മിഹി, അവന്റെ നാമങ്ങളുടെ മഅയ്യത്തുണ്ടെങ്കിൽ ബുദ്ധിമുട്ടിക്കുകയില്ല, ഉപദ്രവിക്കുകയില്ല. ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ഈ ഭൂമിയിലോ ആകാശത്തോ ഒന്നും തന്നെ. കണ്ടോ? വഹുവസ് സമീഉൽ അലീം, അവൻ സമീഉൻ അലീമുമാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ വ്യക്തമായി ഒരു പ്രാർത്ഥനയാണെങ്കിലും ആ പ്രാർത്ഥനയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങൾ കൂടെ ഉണ്ടായാൽ ഒന്നും ഉപദ്രവിക്കില്ല എന്നായി പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ നാമങ്ങളുടെ സുഹബത്താണ് നമ്മുടെ രക്ഷാ കവചം. അള്ളാഹുവിന്റെ നാമങ്ങളുടെ നാമങ്ങളുമായുള്ള ബന്ധമാണ്, അള്ളാഹുവിന്റെ നാമങ്ങളുമായുള്ള അടുപ്പമാണ്, അതുമായുള്ള അറിവാണ്, അതുമായുള്ള ജീവിതമാണ് നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ഉള്ള രക്ഷാകവചവും എല്ലാവിധ സഹായവും മേൽമയും മഹത്വവും ലഭിക്കാനുള്ള വഴിയും എല്ലാ ഫത്ഹിനുമുള്ള വഴി, എല്ലാ തുറസ്സിനുമുള്ള വഴി അതാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ? ഇത് ഒന്നുകൂടെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
ഒരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരി സഹീഹിലല്ല താരീഖില് അതുപോലെ ബസ്സാർ മുസ്നദില് ബൈഹഖി ശുഅബിലൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹു പറയാണ്, മൻ ശഗലഹു ദിക്രി അൻ മസ്അലതി അഅതൈതുഹു അഫ്ളല മാ ഉഅതിസ് സായിലീൻ. മൻ ശഗലഹു ദിക്രി, എന്റെ ദിക്ർ ഒരാളെ ജോലിയാക്കി, മൻ ശഗലഹു എന്നെ ജോലിയാക്കി, ഒരാളെ ജോലിയാക്കി, ദിക്രി എന്റെ ദിക്ർ, എന്റെ സ്മരണ ജോലിയാക്കി, അൻ മസ്അലതി എന്നോട് ചോദിക്കുന്നതിനെ തൊട്ട് ജോലിയാക്കിയാൽ, അഅതൈതുഹു അവന് ഞാൻ നൽകും, അഫ്ളല മാ ഉഅതിസ് സായിലീൻ ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഖൈറായതിനെ, ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഖൈറായതിനെ ഞാൻ അവന് കൊടുക്കും, ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് കൊടുക്കും എന്നാണ്. അപ്പൊ ഇതൊക്കെ ഈ ഇഷാറത്തിനെ അപ്പോ ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനാന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇത് ഒന്ന് വ്യക്താക്കാനുള്ള 1-2 ഉദാഹരണങ്ങൾ പറയാം. ഇതൊക്കെ റസൂലുള്ളാഹിക്ക് മനസ്സിലാകുകയാണ്. ഇതൊക്കെ ബിസ്മില്ലാഹി എന്നതിൽ നിന്ന് തന്നെ റസൂലുള്ള മനസ്സിലാക്കിയതാണ്. ആ പറയുന്നതൊക്കെ മനസ്സിലാക്കണം. അതുപോലെ എന്തെല്ലാം, ഇതിപ്പോ നമ്മുടെ ഒന്നുമല്ലാത്ത നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാരുടെ കിതാബുകൾ നോക്കിയതിൽ നിന്ന് മനസ്സിലായ ഏതാനും ചില കാര്യങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നുബൂവത്തിന്റെ കണ്ണുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തായിരിക്കും? അപ്പൊ ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്നർത്ഥം. ആ ഒരു ബായിൽ നിന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ നാമങ്ങളുടെ സുഹബത്ത് കൊണ്ട് ഞാൻ സഹായം തേടുന്നു എന്നതിൽ നിന്ന് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിശദീകരിച്ചതിന്റെ പൊരുളും. ഇനി ഈ സുഹബത്ത് എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, ഈ നാമങ്ങളുമായുള്ള സുഹബത്ത് എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, ഇതാണ് ഇനി നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളത്. നാമങ്ങളുമായുള്ള സുഹബത്ത്, അതിനെ സംബന്ധിച്ച് ഒരു ഹദീസ്, അള്ളാഹുവിന്റെ നാമങ്ങൾ ഒരുപാടുണ്ട് എന്ന് ഞാൻ മുന്നേ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് പ്രധാനമായി വളരെ പ്രത്യേകതയുള്ള നാമങ്ങൾ 99 നാമങ്ങളാകുന്നു. സഹീഹൈനിൽ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്ന ലില്ലാഹി 99 ഇസ്മ, അള്ളാഹുവിന് പ്രത്യേകമായി 99 നാമമുണ്ട്. അപ്പൊ അല്ലാത്തത് ഇല്ലാന്നല്ല, അള്ളാഹുവിന് പ്രത്യേകമായി 99 നാമങ്ങളുണ്ട്. 100ൽ നിന്ന് 1 പോയാലുള്ള 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ, ഇതിനെ ഒരാൾ ഇഹ്സാ ചെയ്താൽ, ഇതിനെ ഒരാൾ ക്ലിപ്തമാക്കിയാൽ, ഈ നാമങ്ങളെ ഒരാൾ ഇഹ്സാ ചെയ്താൽ, ഈ നാമങ്ങളെ ഒരാൾ ക്ലിപ്തമാക്കിയാൽ, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാകുന്നു എന്നാണ്. ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത് എന്താണ് ഇതിന്റെ അർത്ഥം? 99 നാമങ്ങളുണ്ട്, ഇതിനെ ഒരാൾ ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എന്താണ് ഇഹ്സാ എന്നത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്? ചില ആളുകൾക്ക് അവിടെ സംശയമാണ്. അധിക ആളുകളും ആ പറഞ്ഞതിന്റെ അർത്ഥം, പലരും നമ്മളെപ്പോലെയുള്ള സാധാരണ മുസ്ലിമീങ്ങളൊക്കെ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ദിവസേന അസ്മാഉൽ ഹുസ്ന ചൊല്ലൽ പതിവാക്കാറുണ്ട്. അപ്പൊ അസ്മാഉൽ ഹുസ്ന ചെല്ലിയാൽ തന്നെ സ്വർഗത്തിൽ കടക്കും എന്നാണോ ഇതിന്റെ അർത്ഥം? അങ്ങനെ ആവാൻ പറ്റുമോ എന്ന് വേറെ ചിലർക്ക് സംശയം. അസ്മാഉൽ ഹുസ്ന ചെല്ലൽ പതിവാക്കിയാൽ മാത്രം അവൻ സ്വർഗത്തിൽ കടക്കുമെന്നാകുമോ ഇതിന്റെ അർത്ഥം? അപ്പൊ ചിലർക്ക് അതിലൊരു സംശയം. അങ്ങനെ സംശയം വരാൻ പാടില്ല. റസൂലുള്ള പറഞ്ഞു ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ കടക്കും. പിന്നെ എന്താണ് ഇഹ്സാഇന് അർത്ഥം? അത് പല രൂപത്തിലുണ്ട്. അതിന് വിവിധങ്ങളായ സ്റ്റേജുകളുണ്ട്, വിവിധങ്ങളായ അവസ്ഥകളുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ബിസ്മിയുടെ അള്ളാഹുവിന്റെ നാമങ്ങളുടെ സുഹബത്ത്, ആ സാമീപ്യം എന്ന് പറഞ്ഞാൽ അത് പല രൂപത്തിലാണ്. അതാണ് ആ പറയുന്നത്. ആ അർത്ഥങ്ങളൊക്കെ ഇവിടെയും വരും. അള്ളാഹുവിന്റെ നാമങ്ങളുമായുള്ള സുഹബത്ത് ചെറുതായി തുടങ്ങി അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തും. വിവിധങ്ങളായ സ്റ്റേജുകൾ അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇഹ്സാ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വിശുദ്ധ ഖുർആനിൽ അഹ്സാ യുഹ്സി എന്നതാണല്ലോ.
ഫമൻ അഹ്സാഹ, ഇഹ്സാ, ഈ അർത്ഥം, ഈ വാക്ക് ഖുർആനിൽ പല സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ഹദീസിലും. അവിടെ വന്ന അർത്ഥങ്ങൾ എന്താ നോക്കാം. ഒരിത്തില് പറഞ്ഞിട്ടുണ്ട് വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, നിങ്ങൾ അള്ളാഹുവിന്റെ നിഅമത്തിനെ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ക്ലിപ്തമാക്കാൻ കഴിയുകയില്ല. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, ശ്രദ്ധിക്കുന്നില്ലേ? ഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, നിങ്ങൾ അള്ളാഹുവിന്റെ നിഅമത്തുകളെ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് ക്ലിപ്തമാക്കാൻ കഴിയുകയില്ല എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. അപ്പോ അവിടുത്തെ ക്ലിപ്തമാക്കാൻ പറ്റില്ല, എണ്ണി തീരൂല എന്നല്ലേ അതിന്റെ അർത്ഥം? പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവുന്ന അർത്ഥം. നമ്മൾ എത്ര എണ്ണിയാലും അവസാനം ഇപ്പൊ ഈ ഒരു സെക്കൻഡിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ നിഅമത്തിനെ നമുക്ക് പിരിന്ന് എണ്ണാൻ കഴിയോ? ഇല്ല. അങ്ങനെ ജീവിതത്തിൽ മുഴുവനും ആയാൽ കഴിയോ? കഴിയില്ല. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചത്രേ, പഠിച്ചവനെ അരിനി അഖ്ഫാ നിഅമിക അലയ്യ, നിന്റെ നിഅമത്തുകളിൽ നിന്ന് ഏറ്റവും ചെറുത് നീ എനിക്ക് കാണിച്ചുകൊണ്ടാ, അറിയിച്ചു ഏതാണെന്നൊന്ന് കാണിച്ചുകൊണ്ടാന്ന് പറഞ്ഞപ്പോ, ഏറ്റവും അഖ്ഫയായത്, എന്റെ മേലെ അവ്യക്തമായി വരുന്നത്, പെട്ടെന്ന് മനസ്സിലാവാത്ത ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോ അള്ളാഹ് പറഞ്ഞത്രേ, തനഫസ്, ശ്വാസോച്ഛ്വാസം നടത്താൻ പറഞ്ഞു, ശ്വാസം വിടാൻ പറഞ്ഞു. ഇത് നമ്മൾ അറിയാതെ കടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നിട്ട് അള്ളാഹു ചോദിച്ചു, മൻ യഉദ്ദു അലൈക ഹാദാ, ഈ നീ ഇടതടവില്ലാതെ നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശ്വാസോച്ഛ്വാസ പരിപാടി, അതില്ലെങ്കിൽ നിന്റെ ജീവൻ നിലനിൽക്കുന്നില്ല. അത് ആരാണ് നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താനുള്ളത്? ആർക്കാ കഴിയുക? അതിന്റെ നിഅമത്തിന്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? അതിനൊരു തടസ്സം, ശ്വാസം മുട്ട് വരണം. അപ്പോഴേ അറിയുള്ളൂ. അപ്പോ അതാണ്, നിങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തുകളെ എണ്ണിക്കണക്കാക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അർത്ഥത്തിലെടുത്താൽ എണ്ണി തിട്ടപ്പെടുത്തുക. അപ്പൊ ദിവസേന കൃത്യമായി അതിങ്ങനെ എണ്ണി ഹിഫ്ളാക്കി ചെല്ലി തീർക്കുക. ഇത് അതിന്റെ ഒരു അർത്ഥമാണ്. എണ്ണി തീർക്കുക, അള്ളാഹുവിന്റെ നാമങ്ങളെ എണ്ണി ചെല്ലി തീർക്കുക. ഒരു 100 മണിയുള്ള ദസ്വി എടുത്തിട്ട് അതിങ്ങനെ ഓരോന്ന് ചെല്ലി എണ്ണി കണക്കാക്കാതെ, ദസ്വി ഇല്ലെങ്കിലും 100 വട്ടം തന്നെയല്ലേ പറയുന്നുള്ളൂ, എന്നാലും മതി. അത് അതിന്റെ ഏറ്റവും ചെറിയ ഒരു അർത്ഥമാണ്. ഇതതിന്റെ ഒരു അർത്ഥം. അപ്പൊ ഒരു മുഅ്മിൻ അത് ചെല്ലുന്നത് അത് വിശ്വസിച്ചുകൊണ്ട്, അതുകൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക, അള്ളാഹുവിനെ സ്തുതിക്കുക, വാഴ്ത്തി പറയുക. ഇതാണ് അത് ചെല്ലുമ്പോൾ അവന്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തോടു കൂടെ അവൻ ചെല്ലുക. കുല്ലുഹാ യുസ്നി അലൈഹി അല്ലാ യഖ്തസിറ അലാ ബഅദിഹ, ചിലത് മാത്രമാക്കാതിരിക്കുക, എല്ലാം ചെല്ലുക. ലാകിൻ യദ്ഉല്ലാഹ ബിഹാ കുല്ലിഹാ, ഈ നാമങ്ങളെ കൊണ്ടെല്ലാം അല്ലാഹു തആലയോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. വയുസ്നി അലൈഹി ബിജമീഇഹാ, അതുകൊണ്ടൊക്കെ അല്ലാഹുവിനെ വാഴ്ത്തുകയും ചെയ്യുക. ഫയതവജ്ജബുൽ മൗഊദു അലൈഹാ മിനസ് സവാബ്, അപ്പോ ആ വാഗ്ദാനം ചെയ്ത അള്ളാഹുവിന്റെ റസൂൽ അതിന്റെ മേൽ വാഗ്ദാനം ചെയ്ത ആ സവാബ് അവന് ലഭിക്കും. അപ്പോ ഇഹ്സാഇന്റെ ഏറ്റവും തുടക്കമാണത്. അള്ളാഹുവിന്റെ നാമങ്ങളെ ദിനേന ചെല്ലുക. അതിന്റെ അർത്ഥം അതിന്റെ ആ പറയുന്നതിനെ വിശ്വസിച്ചുകൊണ്ട്, ഏറ്റവും ചുരുങ്ങിയത് ഇത് അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങളാണ് എന്ന വിശ്വാസത്തോടുകൂടെ, ഇതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ വാഴ്ത്തുകയാണ് എന്ന ആ ഒരു ബോധത്തോടുകൂടെ നമ്മൾ അത് ചെല്ലി അതങ്ങോട്ട് പതിവാക്കിയ, അത് തന്നെ അതിന്റെ തുടക്കം. ആരും സംശയിക്കണ്ട, അത് നന്മയുടെ തുടക്കമാണ്. റസൂലുള്ളാഹി പറഞ്ഞതിന് വിശാലമായ അർത്ഥങ്ങളൊക്കെ നൽകാം. അപ്പോ അത് അതിന്റെ തുടക്കം, അതിന്റെ സവാബ്, അതിന്റെ ഫലം, ആഖിറത്തിൽ അതിന്റെ സവാബ് അവന് ലഭിക്കും, ദുനിയാവിൽ അതിന്റെ ഫലം അവന് ലഭിച്ചുകൊണ്ടിരിക്കും. ക്രമേണ ഇതുകൊണ്ട് അള്ളാഹുവിന്റെ ആ ഭാഗത്ത് നിന്നുള്ള ഈ നാമങ്ങളുടെ നൂറ് ഇവന്റെ മനസ്സിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും. കൃത്യമായി പതിവാക്കണം, അവന്റെ മനസ്സിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും. അങ്ങനെ സ്വാഭാവികമായും ആ പ്രകാശം ലഭിക്കും തോറും മനസ്സ് പ്രകാശപൂരിതമാവുകയും, അങ്ങനെ ക്രമേണ ഇവൻ തെറ്റുകാരനും മോശക്കാരനൊക്കെ ആണെങ്കിലും ശരി, ക്രമേണ അത് അവന്റെ ഉയർച്ചയിലേക്ക്, ആത്മീയമായ ഔന്നത്യത്തിലേക്ക് ഉയരാൻ അവനെ സഹായിക്കും. എല്ലാ ദിക്റും അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ അസ്മാവ് കൊണ്ടുള്ള ദിക്ർ ആണല്ലോ ഏറ്റവും വലുത്. അത് അതിനങ്ങനെ കിട്ടും. അപ്പൊ അതിനു വേണ്ടി അവൻ തുടങ്ങണം. അതാണ് അതിന്റെ ഒരർത്ഥം. അപ്പൊ അത് ഒഴിവാക്കണ്ട, അതിൽ സംശയിക്കും വേണ്ട, അങ്ങനെ ചെയ്തു തുടങ്ങുക. രണ്ടാമത് ഇഹ്സാഇന്റെ അർത്ഥം, അപ്പൊ ഇതൊരു സുഹബത്താണ്. അള്ളാഹുവിന്റെ നാമങ്ങളുടെ സുഹബത്തിലാണ് നമ്മുടെ രക്ഷ. ആ നാമങ്ങളുടെ സുഹബത്ത് നമുക്കുണ്ടായാൽ നമുക്ക് രക്ഷയാണ്, നമുക്ക് ഫതഹാണ്, നമുക്ക് തുറസാണ്, നന്മയുടെ കവാടം തുറക്കപ്പെടുകയാണ്, അതിനുള്ള വഴിയാകുകയാണ്. അത് സുഹബത്തിന്റെ ഒരു ചെറിയ രൂപമായി. രണ്ടാമത് ഇഹ്സാ എന്ന് പറഞ്ഞാൽ, തുഹ്സൂഹ എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്തുക എന്ന് മാത്രമല്ല. ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ട് അലിമ അല്ലൻ തുഹ്സൂഹു,
അതുപോലെ അവിടെ എണ്ണലല്ല. അവിടെ നിങ്ങൾക്ക് അതിനെ ക്ലിപ്തമായി കൃത്യമായി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ്. വേറൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഇസ്തഖീമു വലൻ തുഹ്സൂ. ഇസ്തഖീമു, നിങ്ങൾ ഇസ്തിഖാമത്ത് ചൊവ്വായി ജീവിക്കണം, ഇസ്തിഖാമത്തിന്റെ മേൽ നിലനിൽക്കണം. വലൻ തുതീഖു, ആ ഇസ്തിഖാമത്തിന്റെ യഥാർത്ഥ കുൻഹെത്തിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് എനിക്കറിയാം. ഇസ്തഖീമു, ഇസ്തിഖാമത്താണ് നിങ്ങൾക്ക് വേണ്ടത്. അതുപോലെ തഖ്വ എന്ന് പറയുന്ന പോലെ തന്നെ അതിന്റെ ആ തഖ്വയുടെ അതിന്റെ പൂർണ്ണ ദശ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്നില്ല എന്നതുപോലെ ഇസ്തഖീമു. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൂറത്ത് ഹൂദിൽ ഫസ്തഖിം കമാ ഉമിർത, തങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ഇസ്തിഖാമത്ത് വേണം എന്ന് പറഞ്ഞ ആയത്തിറങ്ങി. ആ ആയത്തിറങ്ങിയപ്പോഴാണ് റസൂലുള്ളാഹിയുടെ ഏതാനും മുടികൾ നരച്ചത്. ശയ്യബത്നി ഹൂദുൻ വ അംസാലുഹാ, ഹൂദ് സൂറത്തും അതുപോലെയുള്ള സൂറത്തുകളുമാണ് എന്നെ നിരപ്പിച്ചത്. വളരെ ചുരുങ്ങിയ ഇത് നിരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് തന്നെ നിരക്കാൻ ഇത്ര ഈ ആയത്തിന്റെ ഗൗരവം ഓർത്തതാണെന്നാണ്. അതാണ് റസൂലുള്ളാഹിനെ നിരപ്പിച്ചത്. അപ്പോ അത്രയും ഗൗരവമുള്ള വിഷയമാണ് കൽപ്പിക്കുന്നതെന്നല്ല പറഞ്ഞത്. അപ്പൊ ഇസ്തഖീമു, നിങ്ങൾ ഇസ്തിഖാമത്തിൽ നിലനിൽക്കണം, ചൊവ്വായ വഴിയിലൂടെ സഞ്ചരിക്കണം, എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് ഇസ്തിഖാമത്ത് വേണം. എന്നാൽ വലൻ തുഹ്സു, ആ ഇസ്തിഖാമത്തിന്റെ യഥാർത്ഥമായ അവസ്ഥയിലേക്ക് എത്താൻ നിങ്ങൾക്ക് പ്രയാസമുണ്ട്. അപ്പൊ പരമാവധി ചെയ്യണം. തഖുല്ലാഹ മസ്തതഅതും എന്ന് പറഞ്ഞതുപോലെ, ഹഖ്ഖ തുഖാത്തിന് കഴിയില്ലെങ്കിൽ മസ്തതഅതുമെങ്കിലും വേണം എന്ന് പറഞ്ഞതുപോലെ. അപ്പോ ഐ ലൻ തബ്ലുഗു കുൻഹൽ ഇസ്തിഖാമ എന്നാണ്. എന്നാൽ ഇതേ അർത്ഥം തന്നെ നേരത്തെ പറഞ്ഞ ആയത്തിനും കൊടുക്കാം. വഇൻ തഉദ്ദു നിഅമതല്ലാഹ്, അള്ളാഹുവിന്റെ നിഅമത്തിലെ എണ്ണി കണക്കാക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ആ നിഅമത്തിന്റെ വലുപ്പം തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയോ? നമ്മളിപ്പോ ഈ ബാഹ്യമായ ഒരു വിഷയത്തെ ഒരു നിഅമത്ത് തന്നെ ആലോചിച്ച് നോക്കിയാൽ അതിന്റെ പിന്നിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ്. അപ്പൊ ഒരു നിഅമത്തിന്റെ തന്നെ അത് നമുക്ക് മനസ്സിലാകാത്ത എത്രയാ അതിന്റെ പിന്നിൽ കിടക്കുന്നത്. അപ്പോ അതിന്റെ ഒന്നും യഥാർത്ഥ കുൻഹിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോ എന്നതുപോലെ ഈ ഇസ്തഖീമു വലൻ തുഹ്സു എന്ന് പറഞ്ഞതുപോലെ ആ അർത്ഥത്തിനെടുത്താൽ മൻ അഹ്സാഹ, ഈ അള്ളാഹുവിന്റെ നാമങ്ങളെ ഒരാള് അതിൻ്റെതായ കൃത്യമായ രൂപത്തിൽ കൊണ്ട് നടന്നാൽ എന്നായി അർത്ഥം. അത് സുഹബത്തിന്റെ രണ്ടാമത്തെ ഘട്ടമാണ്. ഈ തറക്കിയുടെ ഈ 100 കിട്ടിയിട്ട് അവൻ ഉയരുകയാണ്. അപ്പോ രണ്ടാമത്തെ അവസ്ഥ ആ നാമങ്ങളുടെ ഹക്കുകളെ വേണ്ട വിധത്തിൽ കൊണ്ടു നടക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ, മൻ അതാഖൽ ഖിയാമ ബിഹഖ് ഹാദിഹിൽ അസ്മാ വൽ അമല ബിമുഖ്തലാഹാ. മനസ്സിലായോ? മൻ അതാഖൽ ഖിയാമ ബിഹഖ് ഹാദിഹിൽ അസ്മാ, ഈ ഇസ്മുകളുടെ ഹക്കുകളെ വേണ്ട വിധത്തിൽ കൊണ്ടു നടക്കാൻ ഒരാൾക്ക് കഴിഞ്ഞു. വൽ അമല ബിമുഖ്തലാഹ, ആ നാമങ്ങളുടെ തേട്ടമനുസരിച്ച് അമൽ ചെയ്യാൻ, ആ നാമങ്ങൾ എന്താണ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നതെങ്കിൽ ആ ആവശ്യപ്പെടുന്നത് അനുസരിച്ച് ചെയ്യാനും ഒരാൾക്ക് കഴിഞ്ഞാൽ അപ്പോ സ്വർഗത്തിൽ കടന്നു. അത് അതിന്റെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബീറാണ്. വഹുവ മഅക്കും ഐനമാ കുൻതും, അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അവൻ ഖബീറാണ്, എല്ലാ ഉള്ളും പുറം അറിയുന്നവനാണ് എന്നുള്ള ആ ഒരു നാമം, ആ ഒരൊറ്റ നാമത്തിന്റെ പൊരുള് മനസ്സിലാക്കിയ മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരിക്കും? എന്റെ മനസ്സിലൂടെ എന്തെല്ലാം വൃത്തികേടുകൾ കടന്നു പോകുന്നു, ഇത് അള്ളാഹ് അറിയുന്നുണ്ടല്ലോ. എന്റെ മനസ്സിലൂടെ ആ കടന്നു പോകുന്ന ചിന്തകളെ സംബന്ധിച്ച് എന്റെ മക്കൾ അറിഞ്ഞാൽ അവർക്ക് എന്നോട് പുച്ഛമായിരിക്കും, എന്റെ ഭാര്യ അറിഞ്ഞാൽ എന്നോട് വെറുപ്പായിരിക്കും. അത്രയും വൃത്തികെട്ട കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ഇത് അള്ളാഹ് കാണുന്നുണ്ടല്ലോ, വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും അള്ളാഹു അറിയുന്നുണ്ടല്ലോ. അപ്പോ ആ അള്ളാഹു അറിയുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെ ചിട്ടപ്പെടുത്തൽ? വല്ലാത്തൊരു വിഷയമാണത്. അള്ളാഹു റസ്സാഖാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അള്ളാഹുവാണ് എല്ലാ വസ്തുക്കൾക്കും റിസ്ക് നൽകുന്നത്. എല്ലാ വസ്തുക്കൾക്കും റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
അതൊരാൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അവനിൽ നിന്നുണ്ടാവുകയില്ല, ഈ റിസ്ക്കിന് വേണ്ടിയുള്ള അനാവശ്യമായ നെട്ടോട്ടമുണ്ടാവുകയില്ല, അതിനു വേണ്ടി ഹറാമ് സ്വീകരിക്കുകയില്ല അവൻ. മനസ്സിലാക്കണം. അപ്പോ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതുപോലെ തവക്കൽതു ഫീ റിസ്ഖി അലല്ലാഹി ഖാലിഖി വഅയ്ഖൻതു അന്നല്ലാഹ ലാ ശക്ക റാസിഖി. എന്റെ റിസ്ഖിന്റെ കാര്യത്തിൽ ഞാൻ അള്ളാഹുവിന്റെ മേൽ ഭാരമേൽപ്പിച്ചു, അള്ളാഹു എനിക്ക് റിസ്ഖ് തരുന്നവനാണ് എന്ന കാര്യം ഞാൻ ഉറപ്പിച്ചു. കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ലോകത്ത് എന്തൊക്കെയുണ്ടോ അതിന്റെ ഒക്കെ റിസ്ഖ് അള്ളാഹുവിന്റെ മേല. ഫഫി അയ്യി ഷൈഇൻ തദ്ഹബുൻ നഫ്സു ഹസ്റതൻ. കുറച്ചു നേരം ഇത് കിട്ടില്ല എന്നതിന്റെ പേരിൽ എന്തിനാ ഞാൻ ദുഃഖിക്കുന്നത്? വഖദ് ഖസമർ റഹ്മാനു റിസ്ഖൽ ഖലായിഖി. അല്ലാഹു എല്ലാ സൃഷ്ടികളുടെയും റിസ്ഖ് അല്ലാഹു വിഹിതിച്ചിട്ടുണ്ടല്ലോ. അത് എവിടെയാണെങ്കിലും, എന്റെ ഭക്ഷണം എവിടെയാണെങ്കിലും, വമായക്കു മിൻ റിസ്ഖി ഫലൈസ യഫൂതുനി വലൗ കാന ഫീ ഖാഇൽ ബിഹാരിൽ ഗവാമിഖി. وما يكن من رزقي فليس يفوتني ولو كان في قاع البحار العوامق. ആഴമേറിയ സമുദ്രത്തിന്റെ ആഴിയിലാണ് എന്റെ റിസ്ക് കിടക്കുന്നതെങ്കിലും അത് എനിക്ക് നിശ്ചയിച്ചത് എനിക്ക് തന്നെ കിട്ടും. സയഅതി ബിഹില്ലാഹുൽ അലീമു ബിഫളിഹി വലൗ ലം യകുൻ മിന്നിൽ ലിസാനു ബിനാതിഖി. എന്റെ നാവ് കൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാനൊന്നും ചോദിച്ചില്ലെങ്കിലും എനിക്ക് നിശ്ചയിച്ചത് ഇവിടെ കിട്ടും. ഇതായിരിക്കും മൂമിന്റെ വിശ്വാസം. അപ്പൊ പിന്നെ അതിനു വേണ്ടി ഇനി ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാലും എങ്ങനെ ഹറാമായിട്ട് ഉണ്ടാക്കിയാലും എനിക്ക് നിശ്ചയിച്ചത് തന്നെ എന്റെ അടുത്ത് വരുള്ളൂ, അല്ലാത്തൊന്നും എനിക്ക് ഉപകരിക്കുകയില്ല എന്ന ബോധം അവനുണ്ടാവും. ആ നിലക്കുള്ള ഓരോ ഇസ്മും ഇങ്ങനെ ഓരോന്നും കൊണ്ട് എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയും കൊണ്ട് അതിനനുസരിച്ച് എങ്ങനെ ജീവിക്കണം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അതാണ് മൻ അഹ്സാഹ എന്നതിന്റെ രണ്ടാമത്തെ അർത്ഥം. അതതിന്റെ രണ്ടാമത്തെ അർത്ഥം. ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. അല്ലാതെ വെറുതെ ചെല്ലൽ എന്നല്ല. ചില ആളുകൾ പറഞ്ഞത് അങ്ങനെയാണ്. പണ്ഡിതന്മാരുടെ വ്യാഖ്യാനാണ് ഞാൻ ഈ പറയുന്നത്. വെറും ചെല്ലുക എന്നല്ല, മറിച്ച് അതിന്റെ അർത്ഥം എന്താണ്? അതിനെ കൃത്യമായി കൊണ്ടു നടക്കുക എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. പിന്നെ അതൊരർത്ഥം. മൂന്നാമത്തെ അർത്ഥം അഹ്സ എന്ന് പറഞ്ഞാൽ സ്വാറദാ ഹസാത്തിൻ എന്ന് പറയാറുണ്ട്. ഐദാ അഖ്ലിൻ വ ദിറായത്തിൻ വ മഅരിഫ. ഒരാള് മുഹ്സിയാണ് എന്ന് പറഞ്ഞാൽ നല്ല തന്റേടിയും അറിവും ഉള്ള വ്യക്തിയാണ് എന്നാണ് അർത്ഥം. അപ്പോ ഒരാള് മൻ അഹ്സാഹ, അള്ളാഹുവിന്റെ ഈ 99 നാമങ്ങളെ അറിയേണ്ട വിധത്തിൽ അറിയാൻ കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അറിവാണ്. വെറും നമ്മളീ മനസ്സിലാക്കിയതുപോലെ ബാഹ്യമായൊരു അറിവ് മാത്രമല്ല, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടത് ആന്തരികമായ അറിവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആത്മശുദ്ധിയിലൂടെ കൈവരിച്ച പ്രകാശം നമ്മൾ മുന്നേ വിവരിച്ചിട്ടുണ്ട്, തസവുഫിന്റെ ക്ലാസ് ഒക്കെ എടുത്തെടുത്ത്. അപ്പൊ ആ പ്രകാശത്തിലൂടെ നമുക്ക് കൈവന്ന നേട്ടം, ആ ആത്മശുദ്ധിയിലൂടെ ആത്മസംസ്കരണത്തിലൂടെ നേടിയെടുത്ത പ്രകാശം, ഈ പ്രകാശത്തിലൂടെ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ സംബന്ധിച്ച് നമുക്ക് അള്ളാഹു മനസ്സിലാക്കി തരും. അപ്പോൾ ഈ നാമങ്ങളുടെ ഉള്ളും പുറവും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത്. സാലിസുഹാ അൽ മുറാദു ബിൽ ഇഹ്സാഇ അൽ ഇഹാത്തതു ബിമആനിഹാ. ഇഹ്സാഇ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് അതിന്റെ എല്ലാ അർത്ഥങ്ങളെയും ഉൾക്കൊള്ളുക എന്നാകുന്നു. എല്ലാ അർത്ഥങ്ങളെയും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് അത് മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫ്, ഇവനാണ് ആരിഫ്. ഈ അവസ്ഥയിലെത്തിയ ആൾക്കാണ് നമ്മൾ ആരിഫ് എന്ന് പറയാം. ഇൽമും മാരിഫത്തും തമ്മിൽ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വ്യത്യാസം ഞാൻ പറയാം. ഇൽമു എന്ന് പറഞ്ഞാൽ അറിവ്, ഒരാളെ സംബന്ധിച്ചുള്ള ഒരു അറിവ്, അതിനെ അയാളെ പറ്റി അറിയുന്നു പറയും. മാരിഫത്ത് എന്ന് പറഞ്ഞാൽ പരിചയമാണ്. പരിചയപ്പെടേണ്ട കൂടുതൽ ഇടപഴകലിലൂടെ, കൂടുതൽ ബന്ധപ്പെടലിലൂടെ ഉണ്ടാവുള്ളൂ. ഒരാളെ ഒരു വട്ടം കണ്ടിട്ടാണ് പേരെന്ന് പറഞ്ഞാൽ നമുക്ക് അറിവ് കിട്ടി. അതേ സമയത്ത് പരിചയമാണ് അവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ, അയാളെ പറ്റി നല്ല അറിവുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് പരിചയമാണ്. അത് കൂടുതൽ സുഹബത്തിലൂടെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ നാമങ്ങളുമായുള്ള കൂടുതൽ സുഹബത്ത് ഉണ്ടാവുക, നാമങ്ങളുമായുള്ള കൂടുതൽ സുഹബത്ത്, ആ സുഹബത്ത് നമ്മളൊക്കെ ഇപ്പോ ഏറി വന്നാൽ അതിന്റെ വാക്കർത്ഥങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആയത്തെ ഹദീസൊക്കെ ഇങ്ങനെ കൂട്ടി വായിച്ചിട്ട് കുറച്ച് ഇൽമു നമുക്കുണ്ട്. ഇതല്ല, ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ള മഅരിഫത്ത് ഉണ്ടാവുക, അതാണ് അഹ്സാഇന്റെ അർത്ഥം. ആ അഹ്സയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ ആരിഫാണ്, അവൻ സ്വർഗത്തിന്റെ ഒന്നാമത്തെ ദറജയിൽ ഉള്ള ആള് തന്നെയാണ്. ഉന്നതമായ എന്നർത്ഥം, ഉന്നതമായ ദറജയിൽ ഉള്ള ആള് തന്നെയാകുന്നു. അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് 3 വ്യാഖ്യാനം മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്.
എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞു, ഈ 3 മർത്തബ ഇവിടെ ഉദ്ദേശം തന്നെയാണ്. വൽ മർജൂ മിൻ കറമില്ലാഹി തആല, അല്ലാഹു തആലാന്റെ ഔദാര്യത്തിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് അന്നമൻ ഹസല ലഹു ഇഹ്സാഉ ഹാദിഹിൽ അസ്മാഇ അലാ ഇഹ്ദാ ഹാദിഹിൽ മറാത്തിബി, ഈ 3 മർത്തബയിലുണ്ട് ഇഹ്സാ, 3 രൂപത്തിലുണ്ട്. തഖ്വ 3 രൂപത്തിലുള്ള പോലെ തന്നെ ഈ ഇഹ്സാഉം 3 മർത്തബയിലുണ്ട്, 3 അവസ്ഥയിലുണ്ട്. ഈ 3 മർത്തബയിൽ നിന്ന് ഏതെങ്കിലും ഒരു മർത്തബയിൽ എത്തിപ്പെട്ടാൽ മഅ സിഹ്ഹത്തിൻ നിയ്യത്തി, നല്ല നിയ്യത്തോടുകൂടെ, എന്നാൽ ഏതെങ്കിലും ഒരു മർത്തബയിൽ ഒരാൾക്ക് എത്താൻ കഴിഞ്ഞാൽ അപ്പോൾ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നും അവന്റെ കാരുണ്യത്തിൽ നിന്നും അവന്റെ വിശാലമായ പ്രതാപം അവന്റെ അനുഗ്രഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അയ്യുദ്ഖിലഹുല്ലാഹുൽ ജന്ന, അള്ളാഹു അവന്റെ പാപങ്ങളൊക്കെ പുറത്ത് സ്വർഗത്തിൽ കടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നാണ്. അങ്ങനെയല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്? അതിന്റെ ആ വിശാലമായ അർത്ഥം തന്നെ അങ്ങനെ തന്നെ എടുക്കുക. അള്ളാഹു അതുകൊണ്ട് അതിന്റെ ബർക്കത്ത് കൊണ്ട് ഇനിയിപ്പോ ഏറ്റവും ചെറിയ രൂപമാണെങ്കിലും പാപങ്ങളൊക്കെ പുറത്ത് അവനെ അങ്ങോട്ട് എത്തിക്കും അള്ളാഹു തആല. ആ ഉറച്ച വിശ്വാസം, പിന്നെ ക്രമേണ അവൻ തെറ്റുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് അള്ളാഹിന്റെ നാമങ്ങൾ ദിവസങ്ങൾ ചെല്ലുമ്പോൾ അതിന്റെ ഫലം ഇല്ലാതിരിക്കില്ലല്ലോ. അങ്ങനെ അങ്ങോട്ട് എത്തും, പിന്നെ ഉയർന്ന് ചിലപ്പോ അള്ളാഹു അവസരം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന് ആയുസ്സുമുണ്ടെങ്കിൽ ആ ഉന്നതമായ പദവിയിലേക്ക് തന്നെ എത്താൻ അവന് സാധിക്കുകയും ചെയ്യും എന്നർത്ഥം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് ഇഹ്സാ. ഈ ഇഹ്സാഇനെ നമ്മൾ മനസ്സിലാക്കിയാൽ അതേ അർത്ഥം നമുക്ക് ഇവിടെയും മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ നാമങ്ങളുടെ സുഹബത്തിലൂടെ അതിന്റെ സഹായത്തിലൂടെ ഞാൻ തുടങ്ങണം. അപ്പോ ഇതിന്റെ ധ്വനി അള്ളാഹുവിന്റെ നാമങ്ങളുടെ സുഹബത്തുണ്ടായി കഴിഞ്ഞാൽ നിനക്ക് രക്ഷയുണ്ട്, നിനക്ക് വിജയമുണ്ട്, നിനക്ക് ഫുതൂഹുകളുണ്ട്, നിനക്ക് ഉന്നതമായ സ്ഥാനങ്ങളുണ്ട്, വിജയങ്ങളുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട് എന്നാണ്. അപ്പോ എന്തായി അർത്ഥം? ആ സുഹബത്തും ഈ രൂപത്തിൽ തന്നെ, അള്ളാഹുവിന്റെ നാമങ്ങളുമായുള്ള സുഹബത്ത് ഇങ്ങനെ തന്നെ. നമ്മുടെയൊക്കെ സുഹബത്ത് ഇപ്പൊ എന്താ? ചോറിനായിരിക്കുമ്പോ ബിസ്മില്ലാ എന്ന് പറയും, കിടക്കാൻ പോകുമ്പോ ബിസ്മില്ല പറയും, ഇങ്ങനെ ബാത്റൂമിൽ പോകുമ്പോ ബിസ്മില്ലാഹി അല്ലാഹുമ്മ അഊദു ബിക പറയും. അത് ഒരു തുടക്കമാണ്, എല്ലായിടത്തും ഉണ്ടാവലാണ്. എന്നാൽ അത് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അത് അതിന്റെ തുടക്കം മാത്രം. ഇബ്ലീസ് പല കോലത്തിലും ഇങ്ങനെ വരികയാണ്, എന്താ ചെയ്യ? അള്ളാഹുവിന്റെ നാമങ്ങളുടെ സഹവാസം, അള്ളാഹുവിന്റെ നാമങ്ങളുടെ സഹവാസം എന്ന് പറഞ്ഞാൽ അത് ഈ രൂപത്തിലൊക്കെ ഉണ്ടാകും എന്ന്. ഓക്കെ, ഈ നാമത്തിലൊക്കെ ഉണ്ടാകും എന്ന് ഇപ്പൊ മനസ്സിലായല്ലോ ഞാനാ പറഞ്ഞത്. സുഹബത്തിന്റെ അർത്ഥം വെറും ഇത് മാത്രമല്ല, ഈ 3 അർത്ഥവും അവിടെ ഉണ്ടാകും. അപ്പൊ ആ സുഹബത്ത് വർദ്ധിപ്പിക്കാൻ നോക്കുക. ഇനി നമുക്ക് 1-2 എല്ലാവർക്കും വേണ്ടപ്പെട്ട, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ നാമങ്ങൾക്ക് പല അവസ്ഥയുണ്ട്. ബിസ്മിയിലേക്ക് തന്നെ നമ്മൾ മടങ്ങാണ്. ഞാനീ പറഞ്ഞത് മറ്റ് പലരും ഉദ്ധരിച്ചിട്ടുണ്ട് കേട്ടോ. വല്ലദീ ദക്കറഹു മഖാമുൽ കമാൽ വലാ യൽസമു മിൻ ദാലിക അല്ലാ യരിദ സവാബു ലിമൻ ഹഫിളഹ വതഅബ്ബദ ബിതിലാവത്തിഹാ. അങ്ങനെ എങ്ങനെയായാലും അതിന്റെ ഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതായാലും ശരി, അള്ളാഹുവിന്റെ നാമങ്ങൾ ഒരുപാടുണ്ട്. അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഈ 99 നാമങ്ങൾ, ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള 99 നാമങ്ങൾ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ നാമങ്ങളിൽ തന്നെ പല തരത്തിലുള്ള നാമങ്ങളുണ്ട്. ചില നാമങ്ങൾ മറ്റ് നാമങ്ങളുടെയും കൂടി അർത്ഥവും പൊരുളും ഉൾക്കൊള്ളുന്നതുണ്ട്. അതിൽ തന്നെ ഇപ്പോ റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹീം, ഇതൊക്കെ പലതിന്റെയും അർത്ഥം ഉൾക്കൊള്ളുന്ന നാമമാണ്, പലതിന്റെയും ഫലം ഉൾക്കൊള്ളുന്ന നാമമാണ്. അതുപോലെ പിന്നെ അള്ളാഹുവിന്റെ ഇസ്മുല്ലാഹിൽ അഅലമുണ്ട്, വലിയ നാമം, മഹാനാമം. അള്ളാഹുവിന് മഹാനാമമുണ്ട്. ആ മഹാനാമം വെച്ചിട്ട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം കൊടുക്കുക തന്നെ ചെയ്യും. ആ മഹാനാമങ്ങൾ കൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യും, ചോദിച്ചത് കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മഹാനാമങ്ങൾ ഏതാണ്? അത് പല അഭിപ്രായങ്ങൾ അതിലുണ്ട്. കാരണം വ്യത്യസ്തമായ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അത് ചുരുക്കി പറഞ്ഞാൽ അത് അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ കണ്ടതിനും കേട്ടതിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനാണ് ആ രൂപത്തിൽ വന്നത്. ലൈലത്തുൽ ഖദ്ർ മഖ്ഫിയാക്കിയതുപോലെ ഇതും മഖ്ഫിയാണെന്ന് പറഞ്ഞവരും ഉണ്ട്.
മറക്കപ്പെട്ടതാണെന്ന് പറഞ്ഞവരുമുണ്ട്. ഏതായിരുന്നാലും ചില ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അനസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, കുൻതു ജാലിസൻ മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇരിക്കുകയാണ്. ആ സമയത്ത് പിന്നെ ഫിൽ മസ്ജിദി വറജുലുൻ യുസല്ലി, ഒരാള് നിസ്കരിക്കുന്നുണ്ട്. ഫഖാല, നമസ്കാരം കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലക്കൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻതൽ ഹന്നാനുൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം അസ്അലുക എന്ന് പറഞ്ഞു. ഇവിടം വരെ എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞു? എന്താണ് ദുആ? കുൻതു ജാലിസൻ, അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന റസൂലുള്ളാഹിയുടെ കൂടെ പള്ളിയിൽ ഇരിക്കുകയാണ്. ഒരാൾ നമസ്കരിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ പറഞ്ഞു, ആ നിസ്കരിക്കുന്ന ആള് ഫഖാല, നിസ്കാരം കഴിഞ്ഞിട്ടോ മറ്റോ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലക്കൽ ഹംദ ലാ ഇലാഹ ഇല്ലാ അൻതൽ ഹന്നാനുൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർളി ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം അസ്അലുക. ഈ പറഞ്ഞ അള്ളാഹുവിന്റെ ഈ നാമങ്ങളൊക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട്, അള്ളാഹുവെ നിനക്കാണ് ഹംദ്, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഇലാഹില്ല, ഹന്നാനാണ്, മന്നാനാണ്, ബദീഉസ് സമാവാതി വൽ അർളാണ്, യാദുൽ ജലാലി വൽ ഇക്റാം, യാ ഹയ്യു യാ ഖയ്യൂം അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഇവിടേക്ക് എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖാല നബിയ്യു ദഅല്ലാഹ ബിസ്മിഹിൽ അഅളം, അയാൾ ദുആ ചെയ്തത് അള്ളാഹുവിന്റെ മഹാനാമം കൊണ്ടാണ് ദുആ ചെയ്തത് എന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പൊ ദുആ ചെയ്തത് അള്ളാഹുവിന്റെ മഹാനാമം കൊണ്ടാണ്, ഇസ്മുല്ലാഹിൽ അഅലം കൊണ്ടാണ്. അല്ലദീ, എങ്ങനത്തെ മഹാനാമമാണ്? ആ നാമങ്ങളെ കൊണ്ട് ചോദിച്ചാൽ, ദുആ ചെയ്താൽ ഉത്തരം കൊടുക്കും. ആ നാമങ്ങളെ കൊണ്ട് ചോദിച്ചാൽ അള്ളാഹു ആ ചോദിച്ചത് കൊടുക്കുകയും ചെയ്യും. അങ്ങനത്തെ നാമം കൊണ്ടാണ് ചോദിച്ചത് എന്ന് പറഞ്ഞു. ഈ ഹദീസ് തുർമുദി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ വന്ന നാമങ്ങളെ സൂക്ഷിക്കുക. അതിലുണ്ടെന്നേ പറഞ്ഞുള്ളൂ, ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ നാമങ്ങൾ മനസ്സിലാക്കുക, ആ നാമങ്ങളെ പ്രത്യേകം പരിഗണിക്കുക. അതിൽ ഈ പലതിലും വന്നതാണ് ഈ യാ ഹയ്യു യാ ഖയ്യൂം. ഇനിയും ചില ഹദീസുകൾ ഞാൻ ഉദ്ധരിക്കുന്നുണ്ട്, അതിൽ വന്നതാണ് യാ ഹയ്യു യാ ഖയ്യൂം. അപ്പൊ ഈ നാമങ്ങളുമായുള്ള സുഹബത്തിന് പല ഗ്രേഡുകളുണ്ട്, പല അവസ്ഥ ഉണ്ട്. അത് മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. ഇത് നമുക്ക് സാധാരണ ആളുകൾക്കൊക്കെ എപ്പോഴും ഉപകരിക്കുന്ന വിഷയമാണ്. ബുറൈദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്, ദഖൽതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി പള്ളിയിൽ കടന്നു. അപ്പോ ഫഇദാ ബിറജുലിൻ, അപ്പോ ഒരാളുണ്ട് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു? ദഖൽതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്ജിദ ഇശാഅൻ, രാത്രിയാണ്. ഫഇദാ റജുലുൻ യഖറ, അപ്പോ ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ ഓതുന്നുണ്ട്. വയർഫഉ സൗതഹു, ഉറക്കെയാണ് ഓതുന്നത്, ശബ്ദം ഉയർത്തി ഓതുന്നുണ്ട്. ഫഖുൽതു യാ റസൂലല്ലാഹ്, അപ്പൊ ഞാൻ ചോദിച്ചു, അതഖൂലു ഹാദാ മുറാഇൻ, ഇയാള് മുറായിയാണോ? ഇയാള് റിയാഇന്റെ ആളാണ്, ഉറക്കോതല്ലേ? അപ്പൊ ഉറക്കോതുന്നവരെ പറ്റി ചിലപ്പോ അങ്ങനെ ചിലർക്ക് സംശയം ഉണ്ടാവാറുണ്ടല്ലോ, ആള് കാണാനും ആള് കേൾക്കാനാണെന്ന്. അപ്പൊ മുറായിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഖാല ബൽ മുഅ്മിനും മുനീബ്, അല്ലല്ല, നല്ല മഹാനായ ഒരു മുഅ്മിനാണ്, വിനയാന്വിതനായ ഭക്തനായ ഒരു മുഅ്മിനാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. ഖാല അബൂ മൂസൽ അശ്അരി യഖ്റ, നോക്കുമ്പോ അത് ആരാ? അബൂൽ മൂസൽ അശ്അരിയാണ് യഖ്റ. വയർഫഉ സൗതഹു, മൂപ്പരാണ് ശബ്ദം ഉയർത്തുന്നതും. ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതസമ്മ, മൂപ്പര് റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല, റസൂലുള്ളാഹി പുറത്തുനിന്ന് ഇങ്ങനെ വീക്ഷിക്കുകയാണ്, ബാക്കിൽ നിന്നിട്ട് വീക്ഷിക്കുകയാണ്. അപ്പോ റസൂലുള്ളാഹി ഈ അബൂ മൂസൽ അശ്അരിയുടെ ഓത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു. സുമ്മ ജലസ അബൂ മൂസ, മൂപ്പര് ഓത്ത് കഴിഞ്ഞിട്ട് മൂപ്പര് എന്ത് ചെയ്തു? ദുആർക്കാനായിട്ടിരുന്നു. അപ്പൊ ദുആ ചെയ്തു. ഫഖാല അല്ലാഹുമ്മ ഇന്നി ഉശ്ഹിദുക അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത അഹദൻ സമദൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് ആണ് മൂപ്പര് പറഞ്ഞത്. അങ്ങനെ മൂപ്പര് പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി ഉശ്ഹിദുക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അഹദൻ സമദൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞു, ലഖദ് സഅലല്ലാഹ ബിസ്മിഹിൽ അഅലം അല്ലദീ ബിസ്മിഹില്ലദീ ഇദാ സുഇല ബിഹി അഅതാ വഇദാ ദുഇയ ബിഹി അജാബ്. ചോദിച്ചാൽ കൊടുക്കുന്ന, ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന ആ മഹാനാമം കൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത് എന്ന് അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് വരുന്നു. മറ്റൊരു ഹദീസ് അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു തആല അൻഹ പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇസ്മുല്ലാഹിൽ അഅലം ഫി ഹാതൈനിൽ ആയതൈനി, അല്ലാഹുവിന്റെ മഹാനാമം ഈ രണ്ട് ആയത്തിലുണ്ട്. ഏതാണ് ആ രണ്ടായത്ത്?
വഇലാഹുക്കും ഇലാഹു വാഹിദുൻ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം എന്ന ആയത്തിലും വഫാത്തിഹത്തി ആലി ഇംറാൻ, ആലി ഇംറാന്റെ തുടക്കത്തിലും ഈ രണ്ട് ആയത്തിലുണ്ട്. ഏതാണ്? വഇലാഹുക്കും ഇലാഹു വാഹിദുൻ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം എന്ന ആയത്തിലും വഫാത്തിഹത്തി ആലി ഇംറാൻ, ആലി ഇംറാന്റെ തുടക്കം അതെന്താ? അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നാണ്. അതാണ് ആലി ഇംറാന്റെ തുടക്കം. ഈ രണ്ട് ആയത്തുകളിലായിട്ട് അള്ളാഹിന്റെ ഇസ്മുൽ ആദം ഉണ്ട് എന്ന് പറഞ്ഞു. റവാഹു തുർമദി, ഇമാം തുർമദി ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം തുർമദി റിപ്പോർട്ട് ചെയ്ത് അബൂദാവൂദ്, ഇബ്നു മാജ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസിനെ. അപ്പൊ ഇങ്ങനെ പല റിവായത്തുകൾ വന്നിട്ടുണ്ട്. വേറെ റിവായത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്ന റജുലൻ, ഒരാള് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. എന്താ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹൽ മിൻ അദ്ദുആഇ ശൈഉൻ ലാ യുറദ്ദു, ദുആകളുടെ കൂട്ടത്തിൽ മടക്കപ്പെടാത്ത, തള്ളപ്പെടാത്ത ദുആ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉണ്ട്. നഅം യഖൂലു അസ്അലുക ബിസ്മിക്കൽ അഅലൽ അഅസ്സിൽ അജല്ലിൽ അക്രം, അസ്അലുക ബിസ്മിക്കൽ അഅല അൽ അഅസ്സി അൽ അജല്ലി അൽ അക്രം എന്ന് പറയാം. അതാണ് എന്ന് പറഞ്ഞു. വേറെ ഒരു റിവായത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് എന്താ പറഞ്ഞത്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അലാ റജുലിൻ വഹുവ യഖൂൽ, ഒരാൾ ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. അല്ലാഹുമ്മ ഇന്നി, അയാൾ പറയുന്നത് നിന്ന്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലക്കൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻതൽ മന്നാനു ബദിഉസ് സമാവാതി വൽ അർളി ദുൽ ജലാലി വൽ ഇക്റാം. അപ്പോഴും ഫഖാല റസൂലുള്ളാഹി, റസൂലുള്ളാഹി പറഞ്ഞു, ലഖദ് സഅൽത അല്ലാഹ അസ്സ വജല്ല ബിൽ ഇസ്മിൽ ലദീ ഇദാ ദുഇയ ബിഹി അജാബ് എന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് യാ ഹയ്യു യാ ഖയ്യൂം, അതുപോലെ യാ ദുൽ ജലാലി വൽ ഇക്റാം, യാ അല്ലാഹു, യാ അഹദു യാ സമദു, ഇതൊക്കെ പ്രത്യേക സാധ്യതകൾ ഉള്ളതാണ്. ഒരുപാട് റിവായത്തുകളിൽ വന്നതാണ്. അപ്പൊ ഇത്തരം അള്ളാഹുവിന്റെ മഹാനാമങ്ങളുണ്ട് നാമങ്ങളുടെ കൂട്ടത്തിൽ. അള്ളാഹുവിന് മഹാനാമങ്ങളുണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളുടെ കൂട്ടത്തിൽ. ആ നാമങ്ങളെ വെച്ച് ചോദിച്ചാൽ ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള നാമങ്ങൾ ഉണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളുടെ കൂട്ടത്തിൽ എന്ന് നമ്മൾ പറഞ്ഞു. മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ, സഹാബത്തിന്റെ, അതുപോലെ അമ്പിയാക്കളുടെ ഒക്കെ ചരിത്രത്തിൽ ഈ നാമങ്ങൾ വെച്ച് ദുആ ചെയ്തിട്ട് ഉത്തരം ചെയ്ത പല സംഭവങ്ങളും നമുക്ക് കാണാൻ കഴിയും. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അലാഉൽ ഹളറമി എന്ന് പറഞ്ഞ മഹാനായ ഒരു സഹാബി, മഹാ അത്ഭുതം കാണിച്ച മഹാനാണ്. ദുആക്ക് എപ്പോഴും ഉത്തരം കിട്ടിയിരുന്ന സഹാബത്തൊക്കെ അദ്ദേഹത്തെ അവലംബിച്ചിരുന്നു. പലപ്പോഴും ബുദ്ധിമുട്ടുന്ന സമയത്ത് മൂപ്പരടുത്ത് ദുആർക്കാൻ പറഞ്ഞു ഓടിച്ചെല്ലാറുണ്ട്. പല അത്ഭുതങ്ങളും മൂപ്പരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ പിന്നെ പറഞ്ഞതാണ്, ഒരിക്കൽ ബഹ്റൈനിലേക്ക് പോകും. ബഹ്റൈനിൽ യുദ്ധത്തിന് പോയിട്ടുണ്ട്. അപ്പോ പോകുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു കനാല് കടക്കേണ്ടി വന്നു, ഒരു പുഴ കടക്കേണ്ടി വന്നു. കടക്കാൻ അവരുടെ കയ്യിലൊന്നുമില്ല, യുദ്ധത്തിന് പോവാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞു, സമ്മുല്ലാ, ബിസ്മി കണ്ട് ചെല്ലിക്കോടൂ, എന്നിട്ടാണ്ട് കടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബിസ്മി ചൊല്ലി ഞങ്ങളങ്ങോട്ട് കടന്നു. ഞങ്ങളുടെ ഒട്ടകത്തിന്റെയോ ഞങ്ങളുടെ കുതിരയുടെയോ കുളമ്പ് പോലും നനഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരിക്കൽ വെള്ളം ഇല്ലാതെ ആകെ കുടുങ്ങിയ സമയത്ത് മൂപ്പര് 2 റക്അത്ത് നമസ്കരിച്ചു, ദുആ ചെയ്തു. അല്ലാഹുമ്മ യാ അലിയ്യു യാ അലീം എന്ന് തുടങ്ങി ദുആ ചെയ്തു. ദുആ ചെയ്യേണ്ട താമസം കൈ താഴ്ത്തുന്നതിന്റെ മുമ്പ് മഴാണ്ട് പെയ്തു. അപ്പൊ മൂപ്പര് ആ ദുആയിൽ പറഞ്ഞതാണ്, ഞങ്ങൾക്കിവിടെ മഴ വേണം, പക്ഷെ ആ വെള്ളം കൊണ്ട് ഞങ്ങൾക്ക് മാത്രമേ ഉപകരിക്കാവൂ, വേറെ ആർക്കും ഉപകരിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ശത്രുക്കൾക്ക് ഉപകരിക്കരുത്. അപ്പോ അവര് ഏതായാലും യുദ്ധത്തിന് പോവല്ലേ, അവരൊന്ന് സ്വീപ്പാവട്ടെ എന്നുള്ള നിലക്ക്. അപ്പൊ ആ പറഞ്ഞ പോലെ തന്നെ മഴ പെയ്ത് വെള്ളം കിട്ടി. പിന്നെ ഇതിൽപ്പെട്ട ഈ റിപ്പോർട്ടർമാരിൽപ്പെട്ട ഒരാൾ പറയാണ്, പിന്നെ ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു വെള്ളമില്ല. മുന്നേ ഉണ്ടായിരുന്ന പോലെ ആകെ എത്രയോ കാലമായി വെള്ളമില്ലാത്ത, മഴ ലഭിക്കാത്തൊരു സ്ഥലം പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. യാ അലിയു യാ അലീമു യാ ഹലീമു യാ കരീം എന്നാണ് അദ്ദേഹം അവിടെ ചൊല്ലിയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വലിയ മഹാനാണ്. അദ്ദേഹം പിന്നെ തിരിച്ചു വരുമ്പോ വഴിയിൽ വെച്ച് മരിച്ചു. അങ്ങനെ അവിടെ ഒരിക്കല് അദ്ദേഹത്തെ കബറടക്കിയപ്പോ ആ ഭാഗത്തുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, പിന്നെ ഇദ്ദേഹത്തെ ഇവിടെ കബറടക്കണ്ട, കാരണം ഇവിടെ കബറടക്കിയ പല പ്രശ്നമുണ്ട്. ഇവിടെ വന്യമൃഗങ്ങൾ വന്ന് മാന്തി ആ മയ്യത്ത് പുറത്തെടുക്കുന്ന സ്വഭാവം ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമി ഈ ഇവിടെ കബറടക്കുന്നവരെ സ്വീകരിക്കാറില്ല. അതുകൊണ്ട് കുറച്ച് 2-3 മൈൽ അപ്പുറം കൊണ്ടുപോയിട്ട് കബറടക്കിക്കോളൂ എന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങള് 2ാമത് കബറ് മാന്തി.
ഖബർ മാന്തി നോക്കുമ്പോൾ ആ പിന്നെ അദ്ദേഹത്തിന്റെ ആ ലഹദിന്റെ നമ്മൾ മൂടിൽ വെച്ച് അതിന്റെ അപ്പുറം ഉണ്ടല്ലോ, അതിന് അല്പം തുറന്നു നോക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് മൂപ്പരവിടെ കാണുന്നില്ല, ആകെ പ്രകാശം നിറഞ്ഞ ആ മദ്ദൽ ബസർ, കണ്ണെത്താ ദൂരം ആകെ ഒരു പ്രകാശം മാത്രമാണ് ഞങ്ങൾ കണ്ടത്, ഞങ്ങളുടെ സാഹിബിനെ ഞങ്ങൾ അവിടെ കണ്ടില്ല എന്ന് മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അത്ര വലിയ മഹാനാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിലും കാണാം, ഒരു യുദ്ധത്തിന് പോകുമ്പോ ദിജ്ല, ഇറാഖിലുള്ള ദിജ്ല നദി ഉണ്ടല്ലോ, അത് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സമയത്ത് അങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട് യാതൊരു മാർഗവുമില്ല. അപ്പോഴും മൂപ്പര് പ്രത്യേക ദിക്ർ ചൊല്ലി ദുആയിരുന്നു അവിടെ കടക്കാൻ പറഞ്ഞു. ബിസ്മില്ല, ബിസ്മി ചൊല്ലിയിട്ടാണ് കടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബിസ്മി ചൊല്ലിയിട്ടാണ് കടന്നു, ഒന്നും ഉണ്ടായില്ല. ഏതായിരുന്നാലും ഇങ്ങനെ അള്ളാഹുവിന്റെ, ഞാനിത് പറഞ്ഞു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മനസ്സിലാക്കാനാണ്. ഇങ്ങനെ പല നാമങ്ങളും പ്രത്യേകമായ ശ്രേഷ്ഠതയും പ്രത്യേകമായ ഫലങ്ങളും പ്രത്യേകമായ ശക്തിയും ഉള്ള നാമങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ നാമങ്ങളെ അതിനൊക്കെ പകരം നിൽക്കുന്നതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചുരുങ്ങിയ രൂപത്തിൽ അതിന്റെ ഒക്കെ ഷോർട്ട് ഫോമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ മുന്നേ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ ചേർത്ത് വായിക്കൂ. ഈ അള്ളാഹുവിന്റെ നാമങ്ങളെ കൊണ്ടാണ്, അതിന്റെ സുഹബത്താണ് നമുക്കുണ്ടാവേണ്ടത്. ഈ നാമങ്ങളുടെ സുഹബത്തിനനുസരിച്ചാണ് നമുക്ക് വിജയവും നമ്മുടെ രക്ഷയും എല്ലാം. അതാണ് നമ്മുടെ രക്ഷാ കവചം. ഈ നാമങ്ങളിലാണെങ്കിൽ പല തരത്തിലുള്ള നാമങ്ങളുണ്ട്, വലിയ ശക്തിയുള്ള നാമങ്ങളുണ്ട്, ഒക്കെയുണ്ട്. ഇത് പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ ഇതിന്റെ ഒക്കെ സ്ഥാനത്ത് നിൽക്കുന്ന മഹാത്ഭുതകരമായ ഒരു സാധനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സർവ നാമങ്ങളെ കൊണ്ടും തവസ്സുൽ ചെയ്യുന്നു, സഹായം തേടുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒക്കെ ഷോർട്ട് ഫോമാണ്, മനസ്സിലാക്കണം. അതിന്റെ ഒക്കെ ഷോർട്ട് ഫോമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക്, അതിന്റെ ശക്തിയും ഭയങ്കരമാണ്. ബിസ്മിയുടെ ശക്തി വലിയ അത്ഭുതമുള്ളതാണ്. നമ്മൾ വേണ്ട വിധത്തിൽ അതിനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കിയിട്ട് കൈകാര്യം ചെയ്യണം. അജീസു ബിസ്മില്ല എന്നാണ് നേരത്തെ അബൂ മുസ്ലിം ഖൗലാനി അലാഉൽ ഹദ്റമിയൊക്കെ പറഞ്ഞു. അവരത് ദുആ ചെയ്തിട്ടുണ്ട്, ബിസ്മില്ല ചൊല്ലിയിട്ടാണ് കടന്നോളൂ, അത് കടന്നു. അതുപോലെ തന്നെ നമുക്കറിയാലോ, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് വലിയ പ്രളയമുണ്ടായി, വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, മുഅ്മിനീങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ അവർക്ക് വേണ്ടി ഒരു കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞു. മുഅ്മിനീങ്ങൾ മാത്രമല്ല, ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളിൽ നിന്നും ഓരോ ഇണയെ, അല്ലാത്തിൽ നിന്നും ഓരോ ഇണയെ, എല്ലാ വസ്തുക്കളിൽ നിന്നും ഇണകളെ അതിൽ കയറ്റാൻ പറഞ്ഞു. അപ്പൊ വല്ലാത്തൊരു കപ്പലാണ്. ഒരു വലിയ കപ്പലുണ്ടാക്കി, അതിൽ എല്ലാ വസ്തുക്കളിലും ആന, കുതിര അടക്കം എല്ലാറ്റിനെയും കൊള്ളുന്ന വിധത്തിലുള്ള ഒരു വലിയ കപ്പലുണ്ടാക്കി. ആ കപ്പല് ഇത്രയും വലിയ പ്രളയത്തില്, വെള്ളപ്പൊക്കത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കാനുള്ള കപ്പലാണ്. അതിന്റെ കപ്പിത്താൻ ബഹുമാനപ്പെട്ട ആദ്യത്തെ റസൂലായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദ്യത്തെ നബിയാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അതിന്റെ കപ്പിത്താൻ. ആ കപ്പിത്താന് ആദ്യത്തെ കപ്പല്, ഇത്രയും വലിയ കപ്പല് അതിനെ ചലിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്? വഖാല ഇർകബൂഹാ ബിസ്മില്ലാഹി മജ്റേഹാ വമുർസാഹാ എന്നാണ്. ബിസ്മില്ല കൊണ്ടാണ് ഇതിന്റെ ചലനവും ഇതിന്റെ നൃത്തവും. ഒരു നിർത്തേണ്ടി വന്നാൽ അപ്പൊ ബിസ്മില്ല പറയും, അപ്പൊ അവിടെ നിൽക്കും. ഇതിന്റെ തഫ്സീർ നോക്കിയാൽ കാണാം. ചലിപ്പിക്കേണ്ടി വന്നാൽ ബിസ്മില്ല പറയും, അപ്പോൾ അവിടെ ചലിക്കും. തിരിക്കേണ്ടി വന്നാൽ ബിസ്മില്ല പറയും, അപ്പൊ അങ്ങോട്ട് തിരിയും, അങ്ങോട്ട് ഇഷാറത്ത് ചെയ്യും, അങ്ങോട്ട് തിരിയും. ഇങ്ങനെ ഈ വലിയ പ്രളയത്തിൽ, ഈ വലിയ അത്ഭുതകരമായ ആ അവസ്ഥയിൽ ആ വലിയ കപ്പലിനെ മഹാനായ പ്രവാചകൻ, ആദ്യത്തെ പ്രവാചകനായ, ആദ്യത്തെ റസൂലായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത്രയും വലിയ കപ്പലിനെ ചലിപ്പിച്ചത് ബിസ്മില്ലാഹി മജ്റേഹാ വമുർസാഹാ, ബിസ്മില്ല കൊണ്ടായിരുന്നു. ആ കപ്പലിന്റെ ചലനവും അതിന്റെ നങ്കൂരമിടലും ബിസ്മില്ല കൊണ്ടായിരുന്നു, വേറൊന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അത്ര ശക്തിയുള്ള സാധനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ലേ ആ പറഞ്ഞത്? ഈ നാമങ്ങളുടെ ഒക്കെ പൊരുളല്ലേ അവിടെ ഉള്ളത്? അപ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ല. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന് പോകുന്ന കാലത്ത് ഹൈറയിൽ പോയപ്പോ, ഇറാഖിന്റെ ഭാഗങ്ങളിൽ അവിടെയൊക്കെ പോകുന്ന സമയത്ത് ആ യുദ്ധത്തിലെത്തിയപ്പോ ഇവിടെ പലതരം ആളുകളുണ്ട്. ഇവര് ചിലപ്പോ സുമ്മ് തരും,
വിഷം തരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരാൾ വിഷം കൊണ്ടുവന്നു. അപ്പൊ മൂപ്പര് അതങ്ങോട്ട് വാങ്ങിയിട്ട് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി എന്നും പറഞ്ഞുകൊണ്ട് കുടിച്ചു. വശരിബഹു, അതുകൊണ്ട് കുടിച്ചു. ഫലം യദുറഹു, ഒരു ഉപദ്രവവും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പൊ അത്രയും വലിയ സാധനമാണ് ബിസ്മില്ലാഹി എന്നതാണ്. അപ്പൊ പിന്നെ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇത്രയും വലിയ ഈ സാധനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകിയതാണ്. അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് പഠിപ്പിച്ചെന്ന ദുആയാണ്. നമ്മളൊന്നും അങ്ങോട്ട് ഉണ്ടാക്കണ്ട, നമുക്ക് ഇങ്ങോട്ട് പഠിപ്പിച്ചു തന്ന ദുആയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കിതാബ് തുടങ്ങിയതാണ്. അത് നമുക്ക് അതിന്റെ ഈ അള്ളാഹുവിന്റെ നാമങ്ങളുമായുള്ള സുഹബത്തിന്റെ ഏറ്റവും ചെറിയ രൂപം എന്ന നിലക്ക് എവിടെയൊക്കെ ബിസ്മി ചെല്ലല് വാരിതായിട്ടുണ്ടോ എന്നല്ല, എന്തിലേക്കൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അത് നിത്യമാക്കുക, മുടങ്ങാതെ. എന്തൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട ഏതൊരു കാര്യവും ബിസ്മില്ല ഇല്ലാതെ തുടങ്ങിയാൽ അത് ബർക്കത്തില്ലാത്തതാണെന്നല്ലേ? നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ പിശാജാണ്. നമ്മുടെ ശരീരമാണ്, നമ്മുടെ പിശാജുമാണ്. ഈ പിശാജിനെയും നമ്മുടെ ശരീര ഇച്ഛകളെയും നിയന്ത്രിക്കാനുള്ള ആ ശത്രുക്കളിൽ നിന്നുള്ള കവചം ഈ ബിസ്മില്ലയാണ്. അതുകൊണ്ടാണ് എല്ലാ അവസരങ്ങളിലും ബിസ്മില്ലയെ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ശറഅാക്കി തന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എല്ലാ അവസ്ഥയിലും ഒരു മനുഷ്യന്റെ തുടക്കം അവന്റെ ഉമ്മയും വാപ്പയും ബന്ധപ്പെടുതലാണ് ആ മനുഷ്യന്റെ ജന്മത്തിന്റെ തുടക്കം. ആ സമയത്ത് പോലും എന്ത് വേണം? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാന വജന്നിബി ശൈത്വാന ഫീമാ റസഖ്തന. അവിടെ ബിസ്മില്ല കൊണ്ടാണ് തുടങ്ങുന്നത്, മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഒരു സഹാബിമാരിൽപ്പെട്ട ഒരാൾ പറയാണ്, കുന്തു റദീഫൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഹനത്തിന്റെ പിന്നിൽ യാത്ര ചെയ്യായിരുന്നു. ഫഅസറത്ത് ദാബത്തുഹു, ആ വാഹനം ഒന്നങ്ങോട്ട് കാല് തെറ്റി വീഴാൻ പോയപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ഫഖുൽതു തഅസ ശൈത്താൻ എന്ന് പറഞ്ഞു. ഈ പിശാജ് എന്ന് പറയുന്നത് നമ്മൾ ശപിക്കാറുണ്ടല്ലോ, ഈ പിശാജിനെ കൊണ്ട് എന്ന് പറഞ്ഞു ഞാൻ. പിശാജ് പോയി തൊലയട്ടെ എന്നർത്ഥമാണ്. അപ്പൊ പിശാജിനെ കൊണ്ടാണല്ലോ ഉണ്ടാകുന്നത് എന്നുള്ള നിലക്ക് ഷർറ്. അപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ തഅസ ശൈത്താൻ എന്ന് പറയരുത്. ലാ തഖുൽ തഅസ ശൈത്താൻ ഫഇന്നക ഇദാ ഖുൽത ദാലിക, അങ്ങനെ നീ പറഞ്ഞാൽ തആലമ, അവനങ്ങോട്ട് വലുതാകും, ഒന്നാണ്ട് അഹങ്കരിക്കും. ഹത്താ യകൂന മിസ്ലൽ ബൈത്തി, ഒരു വീട് പോലെ ആവും, അവനോട് വലുതായി വീർക്കും, അവനക്ക് ഒരു അഹങ്കാരം തോന്നും. യഖൂലു ബി ഖുവ്വതി, എന്റെ ഖുവ്വത്ത് കൊണ്ട്, എന്റെ ശക്തി കൊണ്ട് കണ്ട മനുഷ്യനെ ഞാനിങ്ങനെ സ്വീപ്പാക്കിക്കൊണ്ട് നടക്കാണ്, അവനക്കും അത് മനസ്സിലാകുന്നുണ്ട്, ഇതിനെപ്പറ്റി നല്ല പേടിയുണ്ട് അവന് എന്ന് പറഞ്ഞിട്ട് ഈ അഹങ്കാരി അഹങ്കരിക്കും. പക്ഷെ അവിടെ നീ പറയേണ്ടത് വലാകിൻ ഖുൽ ബിസ്മില്ലാ, അവിടെ നീ പറയേണ്ടത് ബിസ്മില്ല എന്നാണ്. അങ്ങനെ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ തസാഗറ, അവൻ ചെറുതാകും. ഹത്താ യകൂന മിസ്ല ദുബാബി, അവൻ ഈച്ചയെപ്പോലെയാകും, അത് ചെറുതാകും, നിന്ദ്യനാകും, ഇളിഭ്യനാകും, അതിന്റെ മുന്നിൽ അവന് പിടിച്ചിരിക്കാൻ കഴിയില്ല എന്ന്. അപ്പോ ജീവിതത്തിൽ മുഴുവനും ഈ പഹയെ നമ്മളെ ഇങ്ങനെ സ്വീപ്പാക്കാൻ നടക്കാം. അള്ളാഹു അതിന് സമ്മതം കൊടുത്തില്ല. അതിനുള്ള കാവൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണത്. ഏത് വിഷയത്തിന്റെയും തുടക്കത്തിൽ, എന്തൊരു വിഷയത്തിന്റെ തുടക്കത്തിൽ, നമ്മുടെ ജനനത്തിന്റെ തുടക്കത്തിൽ ബിസ്മി വേണം എന്നുള്ളതിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇനി നമ്മുടെ നിത്യ ചലനം, നമ്മുടെ മുഴുവൻ ജീവിതമാകുന്ന ആ യാത്ര, ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രക്ഷയുടെ കപ്പല്, അതിന്റെ സ്റ്റിയറിങ്ങും അതിന്റെ ബെല്ലും ബ്രേക്കൊക്കെ ഈ ബിസ്മില്ലയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മൊത്തം ബെല്ലും ബ്രേക്കും സ്റ്റിയറിങ്ങും ബിസ്മില്ലയാവണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണ് സുഹബത്ത് തുടങ്ങേണ്ടത്. അതാണ് പ്രധാനമായിട്ടുള്ളത്. അതിലൊന്നും വീഴ്ച വരുത്തരുത് എല്ലാ രംഗത്തും. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബിനാ തവക്കൽനാ എന്നൊരാൾ പറയണം. എന്താണ് പറയേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മഖ്റജി വ ഖൈറൽ മൗലജി. ഈ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും ചെല്ലാനുള്ള ദിക്റാണത്. പടച്ചവനെ, ഈ യാത്രയുടെ, ഈ പുറപ്പെടലിന്റെ അതിലെ ഖൈറ് ഞാൻ ചോദിക്കുന്നു. ഈ തിരിച്ചുവരവിന്റെയും, മഖ്റജ് എന്ന് പറഞ്ഞാൽ പുറപ്പെടുക, ഖുറൂജ്, മൗലിജ് എന്ന് പറഞ്ഞാൽ ദുഖൂല്, ഈ പ്രവേശനത്തിന്റെയും ഈ പുറപ്പെടലിന്റെയും ഖൈറ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ബിസ്മില്ലാഹി ഖറജ്ന, ബിസ്മില്ലാഹി ഇങ്ങോട്ട് കടക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹി വലജ്ന, അള്ളാഹുവിന്റെ നാമങ്ങളുടെ കൊണ്ട് സഹായം തേടിയും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് കടക്കുന്നു. ബിസ്മില്ലാഹി ഖറജ്ന, അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. വഅലല്ലാഹി റബ്ബിനാ തവക്കൽനാ,
എന്റെ റബ്ബായ ഞങ്ങളുടെ റബ്ബായ അള്ളാഹുവിന്റെ മേൽ ഞാൻ തവക്കുലാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കടക്കുക. സുമ്മലി യുസല്ലിം അലാ അഹ്ലിഹി, അഹ്ലിന്റെ മേൽ സലാമും ചൊല്ലുക, വീട്ടുകാരോട് സലാം ചൊല്ലിയിട്ട് കടക്കുക. അതിപ്പോ നമ്മളൊക്കെ അതിൽ വീഴ്ച വരുത്തുന്നവരാ. വീട്ടുകാരോട് ബിസ്മി ചൊല്ലിയിട്ട് കടക്കൽ പ്രത്യേകം സുന്നത്താണ്. കുടുംബക്കാർ, ഭാര്യ ആയാലും മക്കളായാലും ഒക്കെ അങ്ങനെ തന്നെ, അങ്ങനെ ചെയ്യാൻ റസൂലുള്ളാഹി കൽപ്പിച്ചു. അതുപോലെ ഒരു ദിവസത്തിന്റെ തുടക്കം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് പ്രഭാതം പ്രദോഷം തുടങ്ങുക. രാവിലെ സുബഹിന്റെ ശേഷം, വൈകുന്നേരം മഗ്‌രിബിന്റെ ശേഷം അത് ചെയ്ത എന്താ ഗുണം? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞത്? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മകനാ. മൂപ്പര് പറയാണ്, ഒരാള് പ്രഭാതത്തിൽ ഒരാൾ പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞതായിട്ട്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് 3 വട്ടം ഒരാൾ പറഞ്ഞാൽ, രാവിലെ പറഞ്ഞാൽ, അന്ന് വൈകുന്നേരം വരെ അവന് യാതൊരു ബുദ്ധിമുട്ടും എത്തുകയില്ല, പെട്ടെന്നുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവന് എത്തുകയില്ല. ഫലാ ഫയദുറഹു ശൈഉൻ എന്ന് തന്നെ വേറെ റിവായത്തിൽ കാണാം, ഒരു ബുദ്ധിമുട്ടും അവന് എത്തുകയില്ല. രാവിലെ 3 വട്ടം പറയാം. എന്താ പറയേണ്ടത്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന്. ഫി സബാഹി കുല്ലി യൗമിൻ വ മസാഇ കുല്ലി ലൈല, എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് 3 മർറാത്തിൻ 3 വട്ടം ചൊല്ലിയാൽ ഫയദുറഹു ശൈഉൻ, അവനെ ഒരു വിഷയം ഒന്നും അവനെ ബുദ്ധിമുട്ടിക്കുകയില്ല. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ, അള്ളാഹുവിന്റെ നാമങ്ങളെ കൊണ്ട് സഹായം തേടിയും കൊണ്ട് ഞാൻ എന്റെ പ്രഭാതത്തെ ആരംഭിക്കുന്നു, ദിനചര്യയെ ആരംഭിക്കുന്നു. ആ എങ്ങനത്തെ അള്ളാഹുവാണ്? ലാ യദുറു മഅ ഇസ്മിഹി, ആ അള്ളാഹുവിന്റെ നാമങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഉപദ്രവിക്കുകയില്ല. ശൈഉൻ, ഒരു വസ്തുവും, ഫിൽ അർളി, ഭൂമിയിൽ, വലാ ഫിസ് സമാഇ, ആകാശത്തും, വഹുവസ് സമീഉൽ അലീം, അവൻ കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്ന്. മനസ്സിലായോ? അതാണ് അർത്ഥം. ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അത് ചെല്ലുക, രാവിലെ ചെല്ലുക, വൈകുന്നേരം ചെല്ലുക, 3 വട്ടം ചെല്ലുക. അപ്പൊ ഇത് പറയുമ്പോ അബാൻ എന്നവർ പറയാം, മൂപ്പര് രോഗിയായിരുന്നു. മൂപ്പര് കാന അബാൻ റളിയല്ലാഹു തആല അൻഹു ഫാലജ് എന്ന് പറയുന്ന തളർവാദം പിടിച്ച ആളായിരുന്നു. അപ്പൊ തളർവാദം പിടിച്ച ആള് ഇപ്പൊ ഇത് പറയാം, അപ്പൊ നിങ്ങളെന്തത് ചെല്ലാറില്ലേ എന്ന അർത്ഥത്തില് ഈ ഇദ്ദേഹത്തിന്റെ ശിഷ്യന് മൂപ്പരെങ്ങനെ തുറിച്ചു നോക്കി. അപ്പൊ നിങ്ങളിത് ചെല്ലുമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് എത്തില്ലല്ലോ. ഫജഅല റജുലു യൻദുറു ഇലൈഹി, ഈ മനുഷ്യൻ അദ്ദേഹത്തിലേക്ക് നോക്കി. ഫഖാല ലഹു അബാൻ, അപ്പൊ അബാന് പറഞ്ഞു, മാ തൻദുറു ഇലയ്യ, എന്തെങ്ങനെ നോക്കുന്നു? അപ്പൊ മൂപ്പർക്ക് മനസ്സിലായി സംഗതി. എന്നിട്ട് പറഞ്ഞു, അമാ ഇന്നൽ ഹദീസ കമാ ഹദ്ദസ്തുക, ഹദീസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ഹഖാണ്. പക്ഷേ വലാകിന്നി ലം യഖുൽഹു യൗമഇദിൻ, ഒരു ദിവസം ഞാൻ ഇത് പറയാൻ വിട്ടുപോയി. അള്ളാഹു അന്ന് അവന്റെ ഖദർ എന്നിൽ നടപ്പിലാക്കി. അപ്പൊ നമ്മൾ സൂക്ഷിച്ചു കൊണ്ടു നടക്കണം. എന്തൊക്കെ നമ്മൾ ചെയ്താലും ശരി, ഒരു തള്ളപ്പെടാത്ത ഖദറിനെ തട്ടാൻ ഒന്നിനും കഴിയില്ലല്ലോ. എന്നാൽ പരമാവധി തട്ടാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ കൊണ്ടുനടക്കുക. മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ, മരുന്ന് ഉപയോഗിച്ചാൽ ഫലം തരുന്നത് അള്ളാഹുവാണ്. ചിലപ്പോ ആ മരുന്ന് ഫലം ചെയ്യേണ്ട എന്തെങ്കിലും ഒന്നാണ്ട് തടയാണ് അള്ളാഹു ചെയ്യുക. അപ്പോ അത് ഫലം കാണുകയില്ല. അപ്പോ പിന്നെ ഇത് അള്ളാഹു ഇങ്ങനെ തന്നെ നിശ്ചയിച്ചാൽ അതങ്ങനെ നടക്കും. പക്ഷെ പരമാവധി പലതും തട്ടിപ്പോവാനും ഒഴിവാകുവാനും അള്ളാഹുവിന്റെ ഖളാഉകളിൽ മുബ്റമുണ്ട്, മുഅല്ലഖുണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തട്ടപ്പെടാത്ത ഖളാ ഉണ്ട്, തട്ടപ്പെടുന്ന ഖളാഉകളുണ്ട്. ഈ തട്ടപ്പെടുന്ന ഖളാഉകളെയാണ് ദുആയും മറ്റൊക്കെ തട്ടുക. അതിൽപ്പെട്ടതാണ് ഇത്. അപ്പൊ അങ്ങനെ തട്ടും. അതേ സമയത്ത് ഇവിടെ അള്ളാഹു അതവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചു, അന്ന് എനിക്കത് ചെല്ലാൻ കഴിഞ്ഞില്ല, അന്നാണ് എനിക്ക് അസുഖം ഉണ്ടായത് എന്ന് അബാൻ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതായിട്ട് അവിടെ ആ ഹദീസിൽ തന്നെ റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും പ്രഭാതം അങ്ങനെയായി, പ്രദോഷം അങ്ങനെയായി, നമ്മുടെ യാത്ര പുറപ്പെടൽ അങ്ങനെയായി. ഇനി അതുപോലെ അങ്ങാടിയിൽ ചെന്ന ദുആ എല്ലാം അങ്ങനെ തന്നെ. വീട്ടിലേക്ക് കടക്കുമ്പോൾ ബിസ്മിയല്ല. വീട്ടിൽ രാത്രി വാതിലടക്കുമ്പോൾ നമ്മൾ വീട്ടിന്റെ വാതിലടക്കുമ്പോൾ പോലും ബിസ്മി ചെല്ലണം. വീട്ടിന്റെ വാതിൽ നിങ്ങൾ എത്ര വലിയ കുറ്റിയിട്ട് അടച്ചുപൂട്ടിയാലും ശരി, പിശാചിന് കടക്കാൻ പ്രയാസമില്ല. അതേ സമയത്ത് ബിസ്മി ചൊല്ലി അടച്ചാൽ നിങ്ങൾ കുറ്റിയിട്ടില്ലെങ്കിലും പിശാചിന് കടക്കാൻ പറ്റുകയില്ല. ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. വാതിൽ പൂട്ടുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് അടക്കണം. അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും വാതിലടക്കുമ്പോ ഇതൊന്നും സൂക്ഷിക്കാതെയാണ് പലപ്പോഴും നമുക്ക് പല പ്രശ്നങ്ങളും വരുന്നത്. ആ പിശാചിന്റെ ഷെറ് തടയാൻ അള്ളാഹുവിന്റെ റസൂലും ഈ കാണിച്ചു തന്ന കാര്യങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുക. അപ്പൊ നമുക്ക് കുറെ ഷെറ് അറിയാതെ ഒഴിഞ്ഞു പോകും. പിന്നെ നമ്മൾ ഇങ്ങനെ ആവശ്യമില്ലാതെ കണ്ടതിന്റെ പിന്നാലൊന്നും പോകേണ്ടി വരില്ല. വാതിലടക്കുമ്പോൾ ബിസ്മി ചൊല്ലിയും കൊണ്ട് വാതിലടക്കുക. അപ്പൊ പിശാചിന് കടക്കാൻ കഴിയില്ല.
അതുപോലെ തന്നെ വീട്ടിലേക്ക് കടക്കുമ്പോൾ ബിസ്മി ചൊല്ലി, ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി ചൊല്ലിയാല് പിന്നെ റസൂലുള്ളാഹി പറയുന്ന മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാള് വീട്ടിലേക്ക് കടന്നു, ഭക്ഷണം കഴിക്കാനിരുന്നു, അപ്പോഴൊക്കെ ബിസ്മി ചൊല്ലിയ ഇബ്ലീസ് പറയും, നമ്മളെ കാര്യം ഇന്ന് കഷ്ടാണ്, നമ്മുടെ കാര്യം ഇന്ന് കഷ്ടാണ്, കാരണം ഇയാള് ബിസ്മി ചൊല്ലി, ഇന്ന് ഇവിടെ ഭക്ഷണമില്ല, ഇവിടെ താമസിക്കാനുള്ള സൗകര്യമില്ല എന്ന് പറയും. അതേ സമയത്ത് കടക്കുമ്പോ ബിസ്മി ചൊല്ലിയില്ല, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ചൊല്ലുക, അന്ന് നമുക്ക് ഇവിടെ കെടുക്കാൻ സൗകര്യമുണ്ട്, പക്ഷെ ഭക്ഷണം ഇവിടെ ഇല്ല, അത് നമ്മൾ വേറെ മാർഗം നോക്കേണ്ടി വരും എന്ന് പറയും. മറിച്ചാണെങ്കിലോ കടക്കുമ്പോ ബിസ്മി ചൊല്ലി, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലില്ല, അന്ന് ഭക്ഷണം ഇന്ന് ഇവിടെ ഉണ്ട്, കിടക്കാൻ വേറെ സ്ഥലം നോക്കേണ്ടി വരും എന്ന് പറയും. അപ്പോ ഇതൊക്കെ സഹീഹായ ഹദീസാണ്, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ സഹാബത്ത് പറയാണ്, എപ്പോഴും ഞങ്ങൾ പിന്നെ റസൂലുള്ള കൈവെക്കാതെ ഞങ്ങൾ ആരും കൈവെക്കാറില്ല, അങ്ങനെ റസൂലുള്ള കൈവെച്ചതിന്റെ ഭക്ഷണത്തിൽ കൈവെച്ചതിന്റെ ശേഷം ഞങ്ങൾ കൈവെക്കാറുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടിരിക്കുന്നു ഒരു മനുഷ്യൻ, ഞങ്ങൾ ഭക്ഷണത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക, അപ്പൊ ഒരു അറാബിയായ മനുഷ്യൻ അന്നമായുധ അങ്ങനെ ഓടിങ്ങിട്ട് വന്നിട്ട് ഭക്ഷണത്തിൽ അങ്ങോട്ട് കൈവച്ചു, ബിസ്മി ഒന്നും ചൊല്ലില്ല. അപ്പൊ റസൂലുള്ളാഹി അയാളെ കൈ പിടിച്ചു. അപ്പൊ സുമ്മജാഅത്ത് ജാരിത്ത്, പിന്നെ ഒരു പെൺകുട്ടി വന്നു, അതും ഇങ്ങനെ തന്നെ ഓടി വന്നു. അവരും ആ പെൺകുട്ടിയും വന്നിട്ട് കൈവെക്കാൻ, ഭക്ഷണം എടുക്കാൻ വേണ്ടി ഒരുങ്ങി. അപ്പൊ റസൂലുള്ളാഹി ആ പെൺകുട്ടിയുടെ കൈ കൊണ്ട് പിടിച്ചു, ഒറ്റപ്പിടുത്തം പിടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്താണ് قال إن الشيطان يستحل الطعام الذي لم يذكر اسم الله عليه. അള്ളാഹുവിന്റെ നാമത്തെ പറയപ്പെടാത്ത ബിസ്മി ചൊല്ലാതെ തുടങ്ങിയുന്ന ഭക്ഷണം പിശാച് കൂടെ കഴിക്കും. وإنه جاء بهذا الأعرابي وهذه الجارية. ഇബ്ലീസ് കൊണ്ടുവന്നതാ ഇവർ രണ്ടാളെ, അവർക്ക് ഈ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അവരെ കൈപിടിച്ചു. എന്നിട്ട് അള്ളാഹു റസൂൽ പറയാണ്, ഫവല്ലദീ നഫ്സി ബിയദി, റബ്ബിനെ തന്നെയാണ് സത്യം, ഫവല്ലദീ നഫ്സി ബിയദി, റബ്ബിനെ തന്നെയാണ് സത്യം, ഇന്ന യദഹു ലഫീ യദയ്യ മഅഇദീഹിമാ, ആ പിശാചിന്റെ കൈ ഇതാ ഇവരുടെ കൈന്റെ കൂടെ എന്റെ കൈയിലുണ്ട്. ഞാനിപ്പോ ഇവരെ കൈ പിടിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഇവരുടെ കൈ മാത്രമല്ല, അവരുടെ കൈയിന്റെ കൂടെ എന്റെ കൈയും ആ പിശാചിന്റെ കൈയും എന്റെ കയ്യിൽ ഉണ്ട് എന്ന് അള്ളാഹിന്റെ റസൂല് പറയാ. അവനെ അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റവാഹു മുസ്ലിം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വന്നസായി അബൂ ദാവൂദ് അവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നാം ഇതൊക്കെ സൂക്ഷിക്കാത്തത് കൊണ്ട് പിന്നെ പിശാചിന്റെ അസുഖം വരും, മറ്റു പ്രശ്നങ്ങൾ വരും, തലവേദന വരും, ഡോക്ടറെ അടുത്ത് പോയിട്ട് മാറില്ല. അങ്ങനെ മാറാതാവുമ്പോ പിന്നെ നമ്മൾ പിന്നെ അവരെടുത്ത് പോവും, ഇവരെടുത്ത് പോവും, കുറെ കണ്ടമാനം കാശിലവാവും, പിന്നെ ഒന്നും പറ്റില്ലെങ്കിൽ പണിക്കരെടുത്ത് പോവും, ഇങ്ങനെ ബിലീസിന്റെ അടുത്ത് പോവും, പിശാചിന്റെ അടുത്ത് പോവും. അള്ളാഹു നമ്മുടെ ഈമാന് നശിപ്പിക്കും, അള്ളാഹ് കാത്തുരക്ഷിക്കുമാവട്ടെ, കാത്തുരക്ഷിക്കട്ടെ നമ്മളെല്ലാവരെയും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. ബിസ്മിയെ പറ്റി പറഞ്ഞപ്പോ അതിന്റെ ആ ഗൗരവം, അതിന്റെ അർത്ഥവും ഉൾക്കൊണ്ടതിന് ശേഷം ഈ കാര്യം പറഞ്ഞാൽ കുറെ കൂടി ഫലപ്പെടുമല്ലോ എന്ന നിലക്കാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞത്. ഇങ്ങനെ എവിടെ നിന്ന് തുടങ്ങി? നമ്മുടെ ജനനത്തിൽ തുടങ്ങി ബിസ്മി, പിന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാറ്റിലും തുടങ്ങി. എന്നിട്ട് അവസാനോ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അദ്ഖലൽ മയ്യിത അൽ ഖബ്റ, മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുവച്ച അപ്പോഴും എന്താ പറയേണ്ടത്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. അങ്ങനെ നിങ്ങൾ പറയൂന്നു ഹദീസിലുണ്ട്. ചില റിവായത്തുകളിൽ ബിസ്മില്ലാഹി വബില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി എന്ന് ഇമാം അഹ്മദ്, തുർമദി, ഇബ്നു മാജ ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ്. അപ്പോ എവിടം മുതൽ തുടങ്ങി? ജനനം മുതൽ തുടങ്ങി മരണം വരെ ഉണ്ടാവേണ്ട സാധനമാണ്, നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട സാധനമാണ് എന്ത്? ബിസ്മില്ലാഹി. ജനനം മുതൽ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട സാധനമാണ് ബിസ്മില്ലാഹി. അത് മനസ്സിലാക്കുക. എന്നിട്ട് എപ്പോഴും അത് നമ്മുടെ കൂടെ ഉണ്ടാവാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ച് അത് സുഹബത്തിന്റെ തുടക്കം. അതുപോലെ അള്ളാഹുവിന്റെ നാമങ്ങൾ പരമാവധി ദിനേന പറ്റുന്നിടത്തോളം, ഏറ്റവും ചുരുങ്ങിയത് രാവിലെയും വൈകുന്നേരമോ അല്ലെങ്കിൽ 5 വക്ത നിസ്കാരത്തിന്റെ ശേഷമോ ഒന്ന് മനസ്സിരുത്തി അത് ചെല്ലാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ആ ഒരു ബന്ധം അള്ളാഹുവിന്റെ നാമങ്ങളുമായുള്ള ഒരു സുഹബത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഇൻഷാ അള്ളാഹ് അത് വല്ലാതെ നമുക്ക് ഉപകരിക്കുന്നതും അതിലൂടെ നമ്മുടെ ആത്മീയമായ തറക്കി, വളർച്ച ഉണ്ടാവുകയും അതുണ്ടായി ക്രമേണ ആ നാമങ്ങൾ നമ്മെ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച്
ആ നാമങ്ങൾ ചില കാര്യങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. ആ നിർദ്ദേശിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ചിട്ടപ്പെടുത്താനും നമുക്ക് കഴിയും. ആ ചിട്ടപ്പെടുത്തലിലൂടെ അള്ളാഹുവിന്റെ ആത്മീയമായ നൂറ് നമുക്ക് കൈവരിക്കുവാനും, ആ പ്രകാശം, ആ ഫിത്രത്തിന്റെ നൂറ് ഉയർന്ന്, ആ ഈമാനിന്റെ നൂറ് വർദ്ധിച്ച് നമ്മുടെ അവയവങ്ങളിലേക്ക് കടന്ന് അള്ളാഹുവിന്റെ നാമങ്ങളുടെ പൊരുളുകളെ, അതിന്റെ ചുരുളുകളെ അഴിച്ച് മനസ്സിലാക്കുവാനും നമുക്ക് കഴിയും. അങ്ങനെ കഴിയുമ്പോൾ ആ ഇഹ്സാഇന്റെ മൻ അഹ്സാഹ എന്നതിന്റെ അത്യുന്നതമായ ദറജയിലേക്ക് ഉയരാനും നമുക്ക് കഴിയും. സർവശക്തനായ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.